ായി ദൈവപാദാന്തികയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കായിട്ടും ഒരിക്കൽ കൂടി ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നന്ദിയും അറിയിക്കുന്നു. വിശേഷാൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ശുശ്രൂഷ പങ്കിടുവാൻ കർത്താവ് എനിക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ സഭയെ ഒരിക്കൽ കൂടി ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി വചനവുമായി നിൽപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ എനിക്ക് അവസരം ഒരുക്കി തന്ന ഈ സഭയിൽ സന്തോഷനായിരിക്കുന്ന ഞാൻ ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എൻ്റെ അണ്ണനായി സ്തോത്രം ചെയ്യുന്നു. സഭ വിശ്വാസികൾക്കായി ലീഡർഷിപ്പ് നിൽക്കുന്നവർക്കായി എല്ലാവരെയും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് കൈത്താങ്കളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സേവ്രവർകൾ, കർത്താവിൻ്റെ ദാസൻ മന്മന്മാർവർകൾ, മാത്രമല്ല സൺഡേ ടീച്ചേഴ്സ്, എൽഡേഴ്സ് എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വലിയൊരു ദൈവ സാന്നിധ്യത്തോടെയാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. എൻ്റെ അണ്ണൻ 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രകാരം ഒരു അവസരം എനിക്ക് തന്ന അന്നു മുതൽ തന്നെ ഞാൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കേണ്ടേ, കർത്താവേ, ഈ വർഷം ആരംഭത്തിൽ ഒരു പ്രോമിസ് വേർഡായി സഭയ്ക്ക് ഈ വർഷം മുഴുവനുമായി അവർ കൊണ്ട് നടത്തക്കത്തക്കവണ്ണമുള്ള ഒരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ തരികയാണെങ്കിൽ ഞാനത് സഭയോടുകൂടെ 100% പ്രാർത്ഥിച്ച് അത് കൈമാറാമെന്നുള്ള തീരുമാനത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങനെ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത വളരെ മനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് വളരെ ലളിതമായി പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്കായി ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. എല്ലാ കണ്ണുകളും ഒരു മിനിറ്റ് അടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. അണ്ണൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഒരു മാർക്കിട്ടേച്ച് പോകുവാനല്ല ഞാൻ ഇന്ന് പകൽക്കാലം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. എനിക്കൊരു ഉറപ്പുണ്ട്, കഴിഞ്ഞ ദിനരാത്രികളൊക്കെയും പ്രാർത്ഥിച്ച് ക്രമീകരിച്ച ഒരു മെസ്സേജ് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ ദൈവ സാന്നിധ്യം പകരപ്പെടണമെന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. എന്നോടൊപ്പമുള്ളവർ കുടുംബമായി ഒന്ന് പ്രാർത്ഥിച്ചോ. ഒറ്റയ്ക്കാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. എല്ലാവരും ചെറുപൈതങ്ങൾ, മാതാപിതാക്കൾ, സൺഡേ ടീച്ചേഴ്സ് എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ മാർക്കിട്ടേച്ച് ഇന്നത്തെ മെസ്സേജിന് മാർക്കിട്ടേച്ച് ജബസിംഗ് ബ്രദർ ഇതെല്ലാം പറഞ്ഞു എന്നുള്ളൊരു മാർക്കിട്ടേച്ച് പോകാതെ അതിനുപരിയായി ഈ 2025 എനിക്കായിട്ടുള്ള ദൂതായിട്ട് കരുതണമെങ്കിലും ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ മേൽ അതിജീവിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, മാറ്റമില്ലാത്ത സാന്നിധ്യം നിങ്ങൾ ഓരോ കുടുംബത്തിന് മേൽ തൊടുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് എത്ര പേർ കാമേൻ പറഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തോടൊന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കഴിയും. കർത്താവേ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന് മേൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവേ, അപ്പാ, ഇരുട്ട് മൂടിയ അറകളിൽ നിന്ന് അപ്പാ ഇന്ന് വെളിച്ചം പകരുന്നത് പോലെ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിഴലിലുള്ള ദൈവത്തിന്റെ വചനം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അവർ പ്രതിസന്ധികളെ അതിജീവിച്ച് നിൽക്കേണ്ട കരുത്ത് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് അപ്പോൾ അവസാനിക്കുന്നതിന് മുൻപേ അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയൊരു ആത്മപ്രവാഹം ഇതിന് നീരൊഴുക്ക് പോലെ ഇറങ്ങി വരട്ടെ. കർത്താവേ, ഓരോ ചേർന്നിരിക്കുന്ന ദൈവമക്കളെ തൊടുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, നല്ല ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദി. ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ഒരുമിച്ച് ദൈവദാസന്മാരെ ഒരുമിച്ച് ഈ വേദി പങ്കിടുവാൻ തന്ന കൃപകൾക്കായി നന്ദി. ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ജനത്തോടങ്ങ് സംസാരിക്കണമേ. കർത്താവേ, ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പല പ്രതിസന്ധികൾ അവർ ചുവടെടുത്ത് വയ്ക്കുമ്പോൾ അതെങ്ങനെ നേതൃത്വം കൊടുത്ത് കൈകാര്യം ചെയ്യണമെന്നുള്ള ആലോചന കൊടുക്കുമ്പോൾ പല പ്രതിസന്ധികളിലും ഇരുട്ടറകളിൽ ഇരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ചില ഹൃദയങ്ങളെ ഇന്ന് പകൽക്കാലം തൊടുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം കർത്താവേ ഇന്ന് പകൽക്കാലം അളവൊട്ടും കുറയാതെ ഓരോ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന കൃപകൾക്കായി നന്ദി. ഇന്ന് രാത്രികാലം വലിയൊരു ദൈവ സാന്നിധ്യത്തിൽ വ്യാപരിക്കപ്പെടുന്ന കൃപകൾക്കായി നന്ദി. സ്വർഗം കരത്തിലെടുക്കുന്ന കൃപകൾക്കായി നന്ദി. അടിയാനെ തീനാമായി മാറ്റണമേ. അടിയാന്റെ ആദരത്തിൽ നിന്ന് അങ്ങേക്ക് വിരുദ്ധമായി, അങ്ങേക്ക് നിയോഗമില്ലാത്ത ഒരു കാര്യം വരണ്ടപ്പാ. എന്നാൽ അങ്ങേക്ക് ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോലും അന്ധകാര ശക്തികളെ തടയപ്പെടരുത്. ഉള്ളതുപോലെ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ.
ഇന്നത്തെ മെസ്സേജ് എന്തെന്നറിയാമോ? വായിച്ചപ്പോൾ തന്നെ ചിലക്ക് മനസ്സിലായി കാണും. ഹൗ ടു ഓവർകം യുവർ ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ്. 2025 എങ്ങനെ നിങ്ങളെ പ്രതിസന്ധികളെ ഒരു പടിയും കൂടെ മുന്നോട്ട് വെച്ച് നിങ്ങളുടെ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിച്ച് നിൽക്കാൻ കഴിയും. ഇതൊരു പ്രോസ്പെരിറ്റി മെസ്സേജ് എന്ന് പറയുന്നേക്കാൾ ഇതൊരു പ്രോമിസ് വേർഡാണ്. ഇത് അനേകരുടെ ഒരു പ്രവചനമാണ്. അനേക ടെസ്റ്റിമണി ഞാൻ പറയും. ഇങ്ങനെ നിർത്താതെ 1 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ള ദൂതുകൾ നിങ്ങൾ റിസീവ് ഇൻ ദ ജീസസ് നെയിം എന്ന് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ അത് സാധിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലുള്ള നിരാശകൾ മാറ്റി ഒരു പ്രത്യാശ പകരുന്ന വാക്കുകളാണ് ഇന്ന് രാത്രിക്കാലം ഞാൻ പറയുവാൻ പോകുന്നത്. ഇത് ആഫ്റ്റർ ജോഷിയുടെ ചരിത്രത്തിൽ വന്ന എരികോ മതിൽ വിടിച്ചിട്ട കഥയല്ല ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാൻ പോകുന്നത്. അതിനുപരിയായി 3 പ്രിൻസിപ്പിൾസ് ഞാൻ പറയും. 3 കാര്യങ്ങൾ നിങ്ങളുടെ നിരാശകൾ മാറ്റി ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് നിൽക്കാനുള്ള ഹൗ ടു ഓവർകം യുവർ ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ്. നിങ്ങളുടെ പ്രതിസന്ധികളെ ഒരു പടി കൂടെ മുൻപോട്ട് വെച്ച് ഓരോരുത്തരും മുൻപോട്ട് കാലെടുത്ത് വെച്ച് എരികോ മതിലിന്റെ അകത്തേക്ക് കടന്നു, ഇടിച്ചിട്ട എരികോ മതിലിന്റെ അകത്തേക്ക് കടന്നു. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എന്താണ് ആത്മീക ജീവിതത്തിന്റെ അകത്ത് ഒരുപാട് കുന്നുപോൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് മുൻപേ ഒരു പടി കൂടി 2025 അവസാനം നിങ്ങൾ സാക്ഷിയുമായി നിൽക്കുമ്പോൾ, ഈ ആലയത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ട ഒരു സാക്ഷി ഇതിൻ്റെ അകത്ത് പറയാൻ ഇടവരരുതേ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ ഈ മെസ്സേജ് ഞാൻ ആരംഭിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ, എന്നോട് കൂടെ വരണം. ശ്രദ്ധിച്ച് കേൾക്കണമേ. വിവേചനത്തിൻ്റെ വാളാണ് വചനം. വിവേചനത്തിൻ്റെ വാളാണ് വചനം. ഞാൻ പ്രാർത്ഥനയുടെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഞാൻ അത് പറഞ്ഞ് എൻ്റെ മെസ്സേജിലേക്ക് കടന്നു വരാം. ശലോമോന്റെ കാലത്ത് 2 സ്ത്രീകൾ വന്ന് ഇപ്രകാരം നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മരിച്ച കുഞ്ഞിനെ എടുത്ത് വേറൊരുത്തി, അറിയാമല്ലോ 2 പേർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു, മരിച്ച കുഞ്ഞിനെ എടുത്ത് വേറൊരുത്തി അപ്പുറത്ത് കിടത്തിയിട്ട് വന്നു. അത് ജീവനുള്ള കുഞ്ഞ് താനാണെന്ന് വാതാടി ശലോമോന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ശലോമോൻ ഒരു കാര്യം, ഇന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. 2 ശക്തികൾ എപ്പോഴും ജീവനുള്ളതിന് വേണ്ടിയിട്ട് വാതാടി നിൽക്കുന്നുണ്ടോ നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് 2 ശക്തികൾ, സ്വർഗം ജീവനുള്ളൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്താ നമ്മുടെ തലമുറകളെയും നമ്മളെ കൂട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ, മരണത്തിന്റെ ശക്തികൾ, അന്ധകാര ശക്തികൾ ജീവനുള്ളത് എനിക്ക് വേണമെന്ന് നിൽക്കുമ്പോൾ, വിവേചനത്തിന്റെ ആത്മാവ് ചെങ്കളോ കൃപാസനകത്ത് വചനം എന്ന വാൾ ഊരി വെട്ടുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് വലിയ നന്മ പ്രാപിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ശ്രദ്ധിച്ച് എന്നെ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണമേ. ജോഷുവയാണ് ഇതിന് നേതൃത്വം കൊടുക്കാൻ നിൽക്കുന്നത്. ജോഷുവ ഇതാ വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് ചേരുന്നതിന് മുൻപ്, വാഗ്ദത്ത നാടായ ഇത്രയും വർഷക്കാലം അവർ വന്നത് ആ വാഗ്ദത്ത നാട്ടിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലെ ഏതോ ഒരു കാര്യം മുൻപിൽ കണ്ടുകൊണ്ട് ജീവിതയാത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നത് പോലെ ജോഷുവ ഇതാ മോശയെ തൻ്റെ ചോളിൽ ചുമക്കുന്നത് പോലെ 30-40 ലക്ഷണത്തെ ചോളിൽ ചുമന്നുകൊണ്ട് ഇതാ ജോഷുവയുടെ കൈമാറി. ജോഷുവയുടെ പാർട്ടായിരുന്നു ഇവരെ കനാലിൽ എത്തിക്കുകയും 12 ഗോത്രയെ വിഭജിക്കുകയും ചെയ്യുന്നത് ജോഷുവയുടെ കാലത്തായിരുന്നു. അങ്ങനെ ജോഷുവയുടെ കാലത്തിൽ വന്നു നിൽക്കുമ്പോൾ ജോഷുവ പ്രതിസന്ധി താണ്ടിയാൽ, ഒരു മതിൽക്കെട്ട് താണ്ടിയാൽ അവർ കനാനിലേക്ക് പ്രവേശിക്കും. എന്നാൽ എല്ലാ അന്ധകാര ശക്തികളെ മാറ്റിമറിച്ചുകൊണ്ട് ആ പ്രതിസന്ധി കുന്നുപോലെ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ വന്ന് നിൽക്കുക ജോഷുവയും കൂട്ടരും. എന്നാൽ ഈ വചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ജോഷുവയെ കുറിച്ച് ഒരു മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ 5 മിനിറ്റ് പറഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാലല്ലേ ഈ നേതൃത്വം കൊടുത്തവനെ കുറിച്ച് പറയാതെ ഞാൻ എങ്ങനെ പാസ്റ്റർ, എങ്ങനെ ബ്രദർ ഞാൻ അകത്തേക്ക് കയറുവാൻ കഴിയും? കാരണം ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ മനസ്സിലാക്കണം, കുടുംബത്തിൻ്റെ അകത്ത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കണം, സഭയ്ക്കകത്ത് ലീഡർഷിപ്പിൽ നിന്ന് ദൈവദാസൻ ഞങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കുടുംബത്തിനകത്ത് ലീഡർഷിപ്പ് നിൽക്കുന്നെങ്കിൽ ജോഷുവയ്ക്കുണ്ട് ക്വാളിറ്റീസ്, 4 ക്വാളിറ്റീസ്. പെട്ടെന്ന് കമ്പിവാചകത്തിൽ പറഞ്ഞ് അവൻ മാത്രമേ നേതൃത്വത്തിൽ നിന്ന് ജോഷുവയുടെ ജീവിതത്തിലുള്ള 4 ക്വാളിറ്റീസ് പറഞ്ഞ് എൻ്റെ ഈ ദൂതിലേക്ക് കടന്നു വന്നാൽ ആ 3 പ്രിൻസിപ്പിൾ എനിക്ക് നിങ്ങൾക്ക് വളരെ ലളിതമാക്കി മനസ്സിലാക്കി തരുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എന്നോടൊപ്പമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓക്കെ, ജോഷുവയെ കുറിച്ച് 4 കാര്യങ്ങൾ കമ്പിവാചകത്തിൽ പറയാം. ആ ലീഡർഷിപ്പിൽ എനിക്കും ദൈവദാസനും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജോഷുവ ഹീസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി ആയിരുന്നു, താഴ്മയുടെ ശുശ്രൂഷ. ബിഫോർ ബിക്കമിങ് എ യജമാനൻ, ബിഫോർ ബിക്കമിങ് എ ലീഡർ, ഹി വാസ് എ സെർവന്റ്. അവൻ നേതൃത്വ സ്ഥാനത്ത് വരുന്നതിന് മുൻപേ യജമാനനായിരുന്നു. അത് പുറപ്പാട് പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. 33:11 ഇപ്രകാരം പറയുന്നുണ്ട്. ഇതാ മോശയോട് യഹോവ മോശയോട് ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചിട്ട് മോശ പാളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തൻ്റെ ശുശ്രൂഷക്കാരനായി ജോഷുവയോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. അങ്ങനെ നീണ്ടു കിടക്കുന്ന വചനത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകും. ജോഷുവ ബിഫോർ ബിക്കമിങ് എ ലീഡർ ഹി വാസ് എ സെർവന്റ്. ആമേൻ. അപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ എപ്പോഴും ഒരു സെർവന്റ് ഹുഡാണ് കർത്താവിന് ആവശ്യം. നേതൃത്വ സ്ഥാനം
തീരുമാനം തരുന്നതിന് മുൻപ്, എന്തെങ്കിലും ഒരു കാര്യം നിന്റെ മേൽ ഏൽപ്പിക്കുന്നതിന് മുൻപ്, കർത്താവിന് ആവശ്യം ഒരു നേതൃത്വ സ്ഥാനമല്ലതിന് മുൻപേ ഒരു സെർവന്റ് കൊണ്ട് കർത്താവിന് എപ്പോഴും ആവശ്യമാണെന്നുള്ളത് മറന്നു പോകരുത്. 50 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത എൻ്റെ പിതാവിൻ്റെ കയ്യിൽ എഴുതുന്ന ഞങ്ങൾ 3 പേരും ഒരു സെർവന്റ് കൂട്ടായി അനേക വർഷങ്ങൾ ഞങ്ങൾ ശുശ്രൂഷ നേരിട്ട് കണ്ട് പഠിച്ചത് കൊണ്ട് ഇത്രയുമെങ്കിലും കൃപയിൽ നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു എന്ന് എനിക്ക് പറയുവാൻ കഴിയും. ശ്രദ്ധിക്കണമേ, ഒരിക്കലും ജോഷുവ ചോദിച്ചില്ല 20 വയസ്സായ ഞാൻ 80 വയസ്സായ മോശയെ കണ്ട് എന്ത് പഠിപ്പാനെന്ന് ഒരിക്കലും ജോഷുവ ചോദിച്ചില്ല. ജോഷുവയ്ക്ക് ആവശ്യം ഒരു കാര്യം മനസ്സിലാമായിരുന്നു. 2 കാര്യങ്ങൾ യൂത്തിന്റെ ലീഡർഷിപ്പ് നിൽക്കുന്നവരും ഇത് പ്രയോജനമായി തീരട്ടെ. 2 കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഒന്ന് മെന്റർഷിപ്പ്, ഇനി ഒന്ന് ഡിസൈപ്പിൾഷിപ്പാണ്. എപ്പോഴും ഒരാൾക്ക് ആവശ്യമുള്ളത് ഒന്ന് നേതൃത്വം കൊടുക്കുവാൻ നീ മുൻപിൽ നിൽക്കണമെങ്കിൽ, കുടുംബമാട്ടെ, സംഘമാട്ടെ, സഭയാകട്ടെ, അതിൻ്റെ 2 കാര്യങ്ങൾ വേണം. ഒന്ന് മെന്റർഷിപ്പ്, ഇനി ഒന്ന് ഡിസൈപ്പിൾഷിപ്പാണ്. മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രായോഗിക പരിശീലനമാണ്. നമ്മേക്കാൾ പ്രായത്തിലും പക്വതയിലും അഭിഷേകത്തിലും ഉയർന്നവർ ദൈവദാസന്മാരുടെ കീഴിൽ നിന്ന് ബാലപാഠങ്ങൾ പഠിച്ച് നീ കൃപയിലുള്ള ആ ഉൾക്കരുത്തും അകത്തുള്ള ഉൾക്കരുത്ത് പ്രാപിച്ച് നീ വന്നാൽ നീ സാക്ഷാൽ യജമാനായി ഒരു ദിവസം തീരുമെന്നുള്ളതാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനി ഒന്ന് ഡിസൈപ്പിൾഷിപ്പാണ്. അതായത് കർത്താവിൻ്റെ ക്രിസ്തുവിനെ പോലെ മാറുവാനുള്ള നല്ല പങ്കാളിയായി മാറ്റി ക്രിസ്തുവിനോടുള്ള ആത്മീക പുഷ്ടി പ്രാപിച്ച് വരുന്നതാണ് രണ്ടാമത്തെ ഡിസൈപ്പിൾഷിപ്പ്. അങ്ങനെ ഒന്നാമതായി ജോഷുവയ്ക്ക് അവൻ ബിക്കമിങ് എ ലീഡർ ആകുന്നതിന് മുൻപേ അവന് ദാസരൂപം എടുത്തവനായിരുന്നു ജോഷുവ. നമ്പർ 2, ശ്രദ്ധിച്ചിക്കൽ, ഇതെല്ലാം എൻ്റെ മെസ്സേജ് നിങ്ങൾ ചാടി ആരാധിക്കേണ്ട മെസ്സേജ് അപ്പുറം വരികയാ. അതുകൊണ്ട് ഇത് പറയാതെ ഞാൻ അകത്തേക്ക് കയറാൻ കഴിയത്തില്ല. നമ്പർ 2 ശ്രദ്ധിച്ച് കേൾക്കണമേ. നമ്പർ 2 എന്തെന്നറിയാമോ? ഹി ഈസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. ആമേൻ. അവൻ മാൻ ഓഫ് ഫെയ്ത്ത് ആയിരുന്നു. വിശ്വാസത്തിലും ദൈവാശ്രയത്തിലും ഉറച്ചവനായിരുന്നു ജോഷുവ. എങ്ങനെയെന്നറിയാമോ? ഇത് ആ സംഖ്യാപുസ്തകം 13-14 നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരുന്നാണ്. വേദപുസ്തകം കൂടെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാണ്. ജോഷുവയ്ക്ക് ഹി ഈസ് എ മാൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് എന്തെന്ന് പറഞ്ഞാൽ വിശ്വാസവും ദൈവാശ്രയം കൊണ്ടവനായിരുന്നു ജോഷുവ. നിങ്ങൾക്കറിയാമോ, കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി മോശ അയച്ച 12 വ്യക്തികൾ, അതിനെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ അരവിന്ദ് വിൻസെന്റ് പാസ്റ്റർ അത് വിശദമായിട്ട് ഇതിൻ്റെ അകത്ത് പ്രഖ്യാപിച്ചു. ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. എന്നാൽ എനിക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ് മാത്രം എടുത്ത് ഞാൻ അകത്ത ഭാഗത്തേക്ക് കടന്നു വരാം. 12 പേരെ ഇത് ഉറ്റുനോക്കുവാൻ വേണ്ടി കനാനിലേക്ക് അയച്ചു. 10 പേർ മടങ്ങി വന്ന് റിപ്പോർട്ട് കൊടുത്തു. 2 പേർ പ്രത്യേകിച്ച് റിപ്പോർട്ട് കൊടുത്തു. ശ്രദ്ധിക്കണമേ, അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ജോഷുവ, നിങ്ങൾ നോക്കണമേ, എല്ലാവരും 10 പേർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇത് മുഴു കോൺഗ്രിഗേഷനും സഭ ഇത് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം ചിലപ്പോഴൊക്കെയും ആരെയും കരയിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ എടുക്കുന്ന പ്രത്യാശയില്ലാത്ത വാക്കുകൾ കുടുംബത്തിൽ ആരെയും കരയിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ പറയുന്ന ഒരു വാക്കുകൾ സഭയിൽ ആരെയും കരയിപ്പിക്കാതിരിക്കട്ടെ. അവർ 10 പേർ കൊടുത്ത ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കോൺഗ്രിഗേഷന് കരഞ്ഞു നിൽക്കുമ്പോൾ ഇത് ജോഷുവ തന്നേക്കാൾ മുതിർന്ന കാലേബിനെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞ് ഇപ്രകാരമാണ്: ഓ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം പട്ടണം പിടിച്ചു കിടക്കും. അവിടെ മല്ലന്മാരോട് നമുക്കെന്നാ, അത് നമുക്ക് കാര്യം. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ആ പട്ടണം പിടിച്ചു കിടക്കും എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് ആവശ്യമുള്ള ദൂതുകൾ ആ കൊണ്ടുവന്നവർ തന്നെ കൊണ്ടുവന്നോ. ആ പച്ചക്കുലയും മുന്തിരി മാതുളയും എല്ലാം കണ്ടപ്പോൾ അത് കാണിക്കുന്നത് ആത്മീക പുഷ്ടിയാണ്. നിങ്ങൾക്ക് ആത്മീക അലങ്കാരമാണ് കാണിക്കുന്നത്. ഇപ്പോൾ പ്രത്യാശയില്ലാത്ത ജീവിതം നയിക്കലോട് ഞാൻ പറയട്ടെ, നാം ചെന്നെത്തുവാൻ പോകുന്ന കനാൻ അത് വേറെ മകനീയമാണ്. എന്നോടൊപ്പമുള്ള കരമുയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. സി പ്രീ ടേസ്റ്റ് ഓഫ് ദ പ്രോമിസ് ലാൻഡ്. അവർ 2 പേരുമല്ല 10 പേരും നമുക്ക് തന്ന ഒരു ദൂതുണ്ട്. പ്രീ ടേസ്റ്റ് ഓഫ് ദ പ്രോമിസ് ലാൻഡ്. അവിടെ കരുത്തന്മാരുണ്ട്, സമ്പുഷ്ടമായ ആത്മീയ അലങ്കാരങ്ങളുണ്ട്. പ്രീ ടേസ്റ്റ് ഓഫ് ദ പ്രോമിസ് ലാൻഡ്. സ്വർഗത്തെക്കുറിച്ച് നീ ഇപ്പോൾ കാണുന്നതിനേക്കാൾ സ്വർഗം മനോഹരമാണ് സിസ്റ്റർ. ഇപ്പോൾ നീ കാണുന്നതിനേക്കാൾ സ്വർഗം മനോഹരമാണ്. അങ്ങനെ തീരുമാനങ്ങൾ, പ്രത്യാശയുള്ള വാക്കുകൾ ഒന്നും വിശ്വാസ സമൂഹത്തിന്റെ വായിൽ നിന്ന് വരരുതെന്ന് ഇരു കൈകൂപ്പി പറയുകയാണ്. കാരണം അത് പല കുടുംബങ്ങളെയും കരയിക്കുമെന്ന് ഞാൻ പറഞ്ഞു മുൻപോട്ട് പോട്ടെ. അപ്പോൾ പ്രത്യാശയും ദൈവാശ്രയവും ഫെയ്ത്ത്, വിശ്വാസവും ദൈവാശ്രയം കൊണ്ടുവന്നവനായിരുന്നു ജോഷുവ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്പർ 3, he was a man saturated with God's word. He is a man saturated with God's ദൈവ വചനത്തിൽ ചുറ്റപ്പെട്ടവനായിരുന്നു ജോഷുവ. തെളിവ് 1-ാമത്തെ വാക്യമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നീ മോശയോട് കേട്ട വചനങ്ങൾ ഒന്നുപോലും നിന്റെ അതിരത്തിൽ നിന്ന് മാറിപ്പോകുകയോ നിന്റെ ഹൃദയത്തിൽ അതിൽ നിന്ന് സംഗ്രഹിക്കാതെ ഇരിക്കുകയോ ചെയ്യരുത്. എനിക്ക് അത്ഭുതം തോന്നി. നീ ഈ മോശയിൽ നിന്ന് കേട്ട വചനങ്ങൾ ഒന്നുപോലും നിന്റെ ആദരത്തിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുകയും ചെയ്യരുത്. He is a man saturated with God's word. അങ്ങനെയെന്ന് വെച്ചാൽ അവൻ ഹൃദയത്തിലും ആദരത്തിലും
ഹൃദയത്തിന്റെ അകത്തും വായിലകത്തും ഹൃദയത്തിലും വായുവിലും വചനം കാത്തു സൂക്ഷിച്ചവനാണ്. വചനം പറയുക സിസ്റ്റർ. വചനമാണ് വിവേചനത്തിന് ആത്മാവിനെ തരുന്നത്. നീ വാ തുറന്നാൽ വചനം പറ. മക്കളോട് പറയുമ്പോൾ വചനം പറ. സഭയ്ക്കകത്ത് വരുമ്പോൾ അതും ഇതും പറയാതെ വചനം പറ. എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? Next, he is a man of prayer. നാലാമതായി ജോഷുവ അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയുടെ മനുഷ്യൻ. 1 മുതൽ 3 വരെ പറയാം. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, he is a man of humility. 2, number 2, he is a man of he is a man of faith. Number 3, he is a man of he is a man of prayer. 4, he is a man of prayer. മൂന്നാമതായി ഞാൻ പറഞ്ഞു അത് ദൈവാശ്രയ ബോധത്തോടെ നിന്നവനായിരുന്നു. നാലാമത് പ്രാർത്ഥന. ശ്രദ്ധിക്കണമേ, 2 ഉദാഹരണങ്ങൾ തരുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് പോലെ ശ്രദ്ധിക്കണേ, നാം പ്രാർത്ഥിക്കുന്ന പോലെ ഈ ലോകത്തിലുള്ള പൊട്ടിമുളയ്ക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അല്ല സിസ്റ്റർ ജോഷുവ പ്രാർത്ഥിച്ചത്. നോ, ഒരിടത്ത് പോലും അങ്ങനെ പ്രാർത്ഥിച്ചില്ല. എങ്ങനെ? ഹായ് പട്ടണത്തിന് നേരെ യുദ്ധത്തിന് പോയപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വൻപന്മാരോട് ഞങ്ങൾ ജയിച്ചു, ഇപ്പോൾ ഇതാ കൊച്ചു പട്ടണമായ ഹായ് പട്ടണത്തോടുകൂടെ ഞങ്ങൾ പരാജയപ്പെട്ടു. എനിക്കറിയണം ഞാൻ എന്തുകൊണ്ട് തോറ്റെന്ന്. എനിക്ക് ഇന്ന് പകൽക്കാലം അറിയണം. ജീവിതത്തിൽ പല പ്രതിസന്ധികളെ നീ തരണം ചെയ്തു. എന്നാൽ ചെറു പ്രശ്നത്തിന് മുന്നിൽ അഭിമുഖീകരിക്കുന്ന ആരെങ്കിലും എന്നെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണമേ. വലിയ പ്രശ്നങ്ങൾ നീ അഭിമുഖീകരിച്ചു സിസ്റ്റർ. എന്നാൽ ചെറിയ പ്രശ്നത്തിൽ മുൻപ് 2025 കുടുങ്ങി നിൽക്കുന്നെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാപം വെളിപ്പെടുത്തുവാൻ ചോദിക്കുക. എനിക്ക് പാപം വെളിപ്പെടുത്തിയതാ ജോഷുവ പറഞ്ഞത്. ജോഷുവ വസ്ത്രം കീറി നിലത്തിരുന്ന് അന്ത്യത്തോളം പ്രാർത്ഥിച്ചു, രാത്രിയോളം പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് പാപം വെളിപ്പെടുത്തണമേ. അതുകൊണ്ടല്ലേ സിസ്റ്റർ 139 സങ്കീർത്തനം, നീ ഇരിക്കുന്നത്, നീ എഴുന്നേൽക്കുന്നത്, നീ കിടപ്പും എല്ലാം അറിയുന്നു, ഞാൻ എവിടെ ചെന്നാലും നീ അവിടെ വരുന്നുണ്ട് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ അവസാനം കൂട്ടിച്ചേർത്ത് വെച്ചു, നിനക്ക് ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. വ്യസനമുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാ, കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാ, അപ്പുറത്തെ 1 സെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാ, ഇപ്പുറത്തെ 5 സെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാ. എന്നാൽ ഗുണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്റെ പാവം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മേൽ ഒരു അസാധാരണ കരുത്ത് കർത്താവ് തരുവാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. രണ്ടാമതായി ശ്രദ്ധിച്ചേ, അമോര്യമായുള്ള യുദ്ധത്തിലേക്ക് ജോഷുവ പോവുകയാണ്. 1, പാപം വെളിപ്പെടുത്തുവാൻ പ്രയത്നിച്ചു. അത് അമോര്യരുമായുള്ള യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്രകാരം വിവിധ പുസ്തകം, ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ. ജോഷുവ യഹോവയോട് സംസാരിച്ചു. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കാര്യം കൊടുക്കുന്നതല്ല. ടോക്കിംഗ് വിത്ത് ദ ട്രൂ സ്പിരിറ്റ്. ടോക്കിംഗ് വിത്ത് ട്രൂ സ്പിരിറ്റ്. കർത്താവിനോടുകൂടെ സത്യസന്ധ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് മുൻപോട്ട് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ അമോനിയരുമായി യുദ്ധത്തിൽ യോശുവ കർത്താവിനോടുകൂടെ സംസാരിച്ചു. അങ്ങനെ കർത്താവിനോടുകൂടെ സംസാരിച്ചവൻ്റെ അകത്ത് കർത്താവ് ഒരു വലിയ ബലം കൊടുത്തു. അങ്ങനെ ബലം പ്രാപിച്ചവനായി അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഇതാ സൂര്യന്റെ മേൽ തിരിഞ്ഞിട്ട് അവൻ പറഞ്ഞു, സൂര്യ നീ ഗിദെയോനിൽ നിൽക്ക. ഇതാ സന്ധ്യാസമയം എത്തിയപ്പോൾ ചന്ദ്ര നീ അയ്യരോൻ താഴ്വരയിൽ നിൽക്ക എന്ന് വിരൽ ചൂണ്ടി കൽപ്പിക്കുന്ന ഒരു ജോഷുവെ നിങ്ങൾക്ക് വിരൽത്തുമ്പിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന വിരൽത്തുമ്പിന്റെ അകത്ത് സ്വർഗത്തിന്റെ നിലഗതികളെ മാറ്റിമറിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിനക്ക് വേണ്ടി കാലഗതികളെ വിരൽത്തുമ്പിന്റെ അകത്ത് തരുന്ന പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അയ്യോ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ മാതാപിതാക്കൾ പറ, എന്റെ കുഞ്ഞിന് കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു, എന്നെ വക്കോളം എത്തിയിട്ടും കൃപയിൽ വരാതെ വണ്ണം വാഴഞ്ഞു പോയി. മാതാപിതാക്കളെ, ആരോളം നിങ്ങളെ ദൂത്, ഞാൻ കൊടുക്കേണ്ടതെല്ലാം കൂട്ടിച്ചേർത്ത് കൊടുക്കൂ. നല്ല സൺഡേസ് ക്ലാസ്സിന് കൊടുത്തു, എല്ലാ യോഗത്തിനും ഞാൻ കൊണ്ടിരുത്തി, കാണുന്ന മീറ്റിങ്ങിനെല്ലാം കൊണ്ടുപോയി. എന്നിട്ട് പോലും എന്റെ തലമുറകൾ വക്കോളം എത്തിയിട്ട് നശിച്ചു പോകാനിട ഇടവരുതരുതേ. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നറിയാമോ? എല്ലാം കൊടുത്തു, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ലതാണ്, എല്ലാം കൊടുത്തു, വക്കോളം എത്തിയിട്ട് തോറ്റുപോകരുത്. അപ്പോൾ ജോഷുവയുടെ പ്രാർത്ഥന, ഞങ്ങൾ എവിടെ യുദ്ധത്തിന് പോയോ അവിടെ ഞങ്ങൾ ജയിക്കണം, അവിടെ ഞങ്ങൾ യുദ്ധത്തിന്റെ കൊടി പാറിക്കണം, എവിടെ ഞങ്ങൾ തോൽക്കുവാൻ ഇടയായോ അവിടെ ഞങ്ങൾക്ക് ജയക്കൊടി പാറിക്കണം. ആഗ്രഹമുണ്ടോ ഇന്ന് പകൽക്കാലം? അപ്പൊ എന്റെ മെസ്സേജിലേക്ക് ഞാൻ അകത്ത് കയറട്ടെ. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവർ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ, നന്നായിട്ട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സമയം പോയി വേഗത്തിൽ.
ഈ ക്വാളിറ്റീസ് ഉള്ള ഒരുത്തനാണ് മുൻപിൽ നിന്ന് നിങ്ങൾ വെറുതെ ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി മുളച്ചു വന്ന ജോഷുവ എന്ന് വിചാരിച്ചല്ലേ? നോ 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 നോ, അങ്ങനെ ഒരിക്കലും പൊട്ടി വിളയ്ക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊന്നും പറ്റത്തില്ലെന്നേ. കൃപയിൽ നിന്ന്, വെളിപ്പാടിൽ നിന്ന്, പ്രാർത്ഥനയിലും ഉപവാസത്തിനും അല്ലാതെ ചിലത് മാറിപ്പോകയില്ല. പ്രാർത്ഥനയിലും ഉപവാസത്തിനാലും അല്ലാതെ ചിലതൊന്നും മാറിപ്പോകത്തില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പൊട്ടി മുളച്ചു വന്ന ഒരു പുരോഹിതനല്ല, ഒരു നേതാവല്ല ജോഷുവ. നന്നായിട്ട് മനസ്സിലാക്കണം. അടുത്തെന്തെങ്കിലും കുടുംബത്തിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടുക, പ്രാർത്ഥനയിൽ പോരടിക്കാൻ തയ്യാറാകുക. എപ്പഫ്രാസിനെ പോലെ പൗലോസ് പറയുന്നത് പോലെ പ്രാർത്ഥനയിൽ പോരടിക്കാൻ തയ്യാറായാൽ ഞാൻ പറയുന്ന 3 പ്രിൻസിപ്പിളും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അത് ഫലമായി തീരും. അത് ഭയങ്കര അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്പർ 1 3 പ്രിൻസിപ്പിൾ. നമ്പർ 1, എരിഹോ കോട്ട ഇടിച്ചിട്ടതല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞു കുട്ടികളുടെ ചോദിച്ചാൽ എരികോട്ട ജോഷിയും കൂട്ടരും ചേർന്ന് 7 ദിവസം ചുറ്റി വന്ന് ഇടിച്ചിട്ടെന്ന് അവർ പറയും. അതല്ല എൻ്റെ ചിന്ത. അതിൽ നിന്ന് 3 പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിക്കണം. അകത്തേക്ക് ഇടിച്ചിടുന്നതിന് മുൻപ് 3 പ്രിൻസിപ്പിൾ. എങ്കിൽ നിങ്ങളും ചില പ്രതിസന്ധികളെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് നിങ്ങൾ ജയാളികളായി നിൽക്കാൻ കഴിയും. ഒന്ന്, സ്റ്റാൻഡ് ഓൺ ഗോഡ്സ് സൈഡ്. ദൈവത്തിൽ നിൽക്കുക. വായിക്കാമോ സിസ്റ്റർ? ഒന്നാമതായി ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 13-14 വാക്യം വായിച്ചു കേൾപ്പിക്കും. ശ്രദ്ധിച്ച് കേൾക്കണമേ. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യോശുവ യെരിഹോവിന്റെ സമീപത്തിലിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ശ്രദ്ധിക്കണമേ. ഇതാ ജോഷുവ ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാ. താടിക്ക് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ എരികോ മതിലിന് മുൻപിൽ എന്തപ്പാ 30-40 ലക്ഷം എണ്ണത്തെ കണക്ക് ശരിയാണെങ്കിൽ 30-40 ലക്ഷം എണ്ണം പുറഭാഗത്തുണ്ട്. യുവമാരെ കൊണ്ടിരുത്തി നേരെ എരികോ മതിൽ ഇടിക്കുന്നതിന് മുൻപ് ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുമ്പോൾ കാൽ പരുമാറ്റം കാൽ ശബ്ദം ഒന്ന് കേട്ടുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി യഹോവയുടെ സൈന്യാധിപൻ വന്ന് നിൽക്കുക, ദൂതൻ വന്ന് നിൽക്കുക. അപ്പോൾ ചോദിക്കും, നീ ആരുടെ പക്ഷക്കാരൻ, നീ അവൻ്റെ പക്ഷക്കാരൻ? ഇതാണ് നമുക്കും ചോദിക്കാനുള്ളത്. നീ അവളെ പക്ഷമാ, എൻ്റെ പക്ഷമാ, അവളെ പക്ഷമാ, എൻ്റെ പക്ഷമാ? ഒന്നുമില്ല. ആ പരിപാടി എല്ലാം ഇന്ന് നിർത്തണം. ഇന്നത്തോടെ ഞാൻ യഹോവയുടെ പക്ഷക്കാരൻ. ഹല്ലേലൂയ. പ്രതിസന്ധി വരുമ്പോൾ, ഒന്നാമത്തെ ദൂത്, പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ നീ എങ്ങോട്ടാ ചായുന്നത്, ആരുടെ ദൈവാശ്രയം നീ ആരുടെ എങ്ങനെയാ വയ്ക്കുന്നതാണ് ഒന്നാമത്തെ ദൂത്. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്, മനോഹരമായി ഒന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ പുതുവർഷത്തിന്റെ അകത്ത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. സ്റ്റാൻഡ് ഓൺ ഗോഡ്സ് സൈഡ്. പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്തിൽ നിൽക്കുന്നതാണ് നിങ്ങൾ വിജയത്തെ നന്നായിട്ട് ബാധിക്കും. നിങ്ങൾ ആരുടെ പക്ഷത്തിൽ നിൽക്കുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നത്. നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാരംഭം മുതൽ നിങ്ങൾ ആരുടെ സൈഡിലാണ് നിൽക്കുന്നതെന്നുള്ളത് കർത്താവ് ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചേ, നിങ്ങളൊരു കാര്യം ഇവിടെ പറയപ്പെടുന്നത് ഞാൻ ചിന്തിക്കുന്ന പ്രകാരമാണ്. ഇപ്പൊ ദൈവത്തിന്റെ പക്ഷത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈന്യാധിപൻ ദൈവത്തിന്റെ സൈന്യത്തിൽ ഒരു പടയാളിയായി മാറണം. അതാണ് എൻ്റെ വാക്യം. അപ്പൊ ദൈവത്തിന്റെ സൈന്യത്തിൽ ഇതാ ജോഷുവ ഒരു പടയാളിയായി മാറും. അതല്ലേ ഈ പൗലോസ് പറഞ്ഞ, ക്രിസ്തു യേശുവിന്റെ നല്ല പടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ ജോഷുവ നിനക്ക് വേണ്ടി ഒരു പടിയും കൂടെ ഞാൻ വരുവാൻ റെഡിയാണ്. നീ ഊരിപ്പിടിച്ച വാളുമായി നിന്റെ മുൻപിൽ ഒരു ദൂതനെ ഞാൻ വിട്ടേച്ചു തന്നു. നീ എൻ്റെ പുറകെ വന്നാൽ മതി, എൻ്റെ പക്ഷത്ത് നിന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. ഇനി എല്ലാവരും ശ്രദ്ധിക്കേ. ഒരു ചരിത്ര ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാകും എങ്ങനെയാണ് കർത്താവിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. 40 വർഷം 40 ദിവസം മലമുകൾ ചെന്ന് കർത്താവിൻ്റെ കൽപ്പനകൾ കൊത്തി വാങ്ങി മോശ ഇതാ ഇറങ്ങി വരുന്നു. മോശ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ എല്ലാം ചേർന്ന് കാളക്കുട്ടി എന്ന് പറഞ്ഞ ഇത് ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മോശ അരിഷ്ടം വന്നു, മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ കൽപ്പന കഴിച്ചു ഉറഞ്ഞിട്ട് അവരോട് ഒരു കാര്യ പ്രഖ്യാപനം കൊള്ളിക്കുന്ന ഒരു ഭയങ്കര പ്രഖ്യാപനം അന്ന് പറഞ്ഞു. യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ, യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. അതിൻ്റെ അത് ചരിത്രം പറയണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണമേ. ഇതാ ഉൽപ്പത്തി പുസ്തകം 49 ഇതാ യാക്കോബ് തന്റെ മക്കളെ എല്ലാവരും വിളിച്ചു വരുത്തി താൻ മരിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി
ഉയർത്തിക്കൊണ്ട് നിർത്തി. ആദ്യം റൂബേൻ വന്നു നിന്നു. എല്ലാവരും വന്ന് ഒന്നിന് പുറകെ. അപ്പോൾ ലേവി ചിന്തിച്ചു, എല്ലാവരെയും അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്കുമായിരിക്കും. അവന് മുട്ടുകുത്തി ഇങ്ങനെ പതുക്കെ വന്നപ്പോൾ ശാപം കേട്ടു. പലരുടെയും ടെസ്റ്റ് മണിയാണ്. അപ്പന്റെ ശാപം കേട്ടവർ ആരെങ്കിലും ഉണ്ടാകുമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ പറയട്ടെ, പ്രഖ്യാപിക്കട്ടെ, ഇന്ന് ഒരു അനുഗ്രഹമാണ് നിനക്ക്. അമ്മയുടെ ശാപം കേട്ടവർ, അങ്കിൾമാരുടെ ശാപം കേട്ടവർ, അവരെയും ഇവരെയും വിളിച്ച ശാപത്തിന്റെ അതീതനാണ് നീ പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം ലേവിയും അങ്ങനെയാണ്. ലേവി താടിക്ക് കൈവിട്ട് മരുഭൂമിയിൽ കൂടെ അയ്യോ അപ്പന്റെ ശാപം കേട്ടവൻ, അപ്പനിലൂടെ ശാപം കേട്ട് നിരാശ പൂണ്ട് ഇതാ പോകുമ്പോൾ പെട്ടെന്ന് ഇതാ മോശ ഇറങ്ങി വന്ന് യഹോവയ്ക്ക് വേണ്ടിയുള്ളവൻ ആരുണ്ട്, മാറി നിൽക്കട്ടെ. പതുക്കെ ലേവി എഴുന്നേറ്റു. യഹോവയ്ക്ക് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട്, യഹോവയ്ക്ക് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട്. ഇതുപോലൊരു അന്തരീക്ഷം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം. 110-ാമത്തെ വയസ്സിൽ തന്റെ ജീവനെ ഒടുക്കുന്നതിന് മുൻപും ജോഷുവയുടെ അകത്തു നിന്ന് പൊങ്ങി വരുന്നത് ഇതാണ്: As for me and my family we will serve God. As for me and my family we will serve God. ഞാനും എൻ്റെ കുടുംബം യഹോവയെ. എത്ര പേർക്ക് പറയുവാൻ സിസ്റ്റർ, ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കും. കഷ്ടങ്ങൾ വന്നാലും, ഭാരങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ഇനി കടഭാരം തലയുടെ മേൽ വന്നാലും ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കും. മാറി നിന്നവനായിരുന്നു ജോഷുവ. ഇപ്പൊ നോക്കണമേ, ലേവി വന്നു. ലേവി പതുക്കെ എഴുന്നേറ്റ് നിന്നു. ഞാൻ നിൽക്കാം, യഹോവയ്ക്ക് വേണ്ടി ഞാൻ കേൾക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ പ്രഖ്യാപിക്കട്ടെ ഒരു കാര്യം: നീ യഹോവയ്ക്ക് വേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ അവൻ നിനക്ക് വേണ്ടി ഊരിപ്പിടിച്ച വാള്. യുദ്ധം യഹോവയ്ക്കുള്ളത്. പോരിന്റെ ആയുധങ്ങൾ ജഡീകമല്ല. കോട്ടകളെ ഇടിപ്പാൻ കർത്തവ്യ സന്നിധിയിൽ ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. യഹോവയ്ക്ക് വേണ്ടി മാറി നിന്നവൻ, അന്ന് പകൽക്കാലം അവൻ യഹോവയ്ക്ക് വേണ്ടി മാറി നിന്നതുകൊണ്ട് ആരും കിട്ടാത്ത ഒരു സാന്നിധ്യം ലേവി കുടുംബത്തിന് മേൽ കർത്താവ് കൊടുത്തു. ലേവി ഗോത്രത്തിൽ അഹരോന്റെ വടി മാത്രം തളർത്തു. ഞാനൊരു കാര്യം തൊട്ട് കണക്ക് ഞാൻ മടങ്ങി വരാം ഈ ദൂതിലേക്ക്. ശ്രദ്ധിക്കണമേ, ഈ നാളുകളിൽ ആരും നിന്റെ മക്കളെ ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ആരും മാനിച്ചില്ലെങ്കിലും, ആരും അരമണച്ചില്ലെങ്കിലും, ശ്രദ്ധിക്കണം ഒരു കാര്യം: ആരും തൊടാതെ, ആരും വെള്ളം ഒഴിച്ചില്ലെങ്കിലും, ആരും പറഞ്ഞില്ലെങ്കിലും നിന്റെ മക്കളെ ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നതയിൽ എത്തിപ്പാൻ എൻ്റെ വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ അതിന് കരമടിച്ച് സ്വീകരിപ്പാൻ എത്ര പേരുണ്ട്? കാരണം ലേവി ഗോത്രം മാറി നിന്നത് കൊണ്ടാണ്. നീ അന്യാരാധ ശക്തിയെ വിട്ട് ഇതിനകത്ത് വന്ന വ്യക്തിയാണോ? ഓൺലൈൻ കേൾക്കുന്നവർ, അന്യാരാധ ശക്തിയെ വിട്ട് നീ ഇതിനകത്ത് വന്ന വ്യക്തിയാണോ? I can challenge you. നിന്നെ ഒരിക്കലും കർത്താവ് വെറുതെ വിടത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതിൻ്റെ അകത്ത് അടുത്തത് ഇങ്ങനെ പഴയ നിയമത്തിൻ്റെ അകത്ത് ഇങ്ങനെ മാറി നിന്നവനെ പുരോഹിതനാക്കി മാറ്റിയ ദൈവം പുതിയ നിയമത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചേ. ഇപ്രകാരമാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം: നീ എനിക്ക് തന്നിരുന്ന 12 പേരെ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഒരുത്തൻ ഒഴികെ ആരും നഷ്ടപ്പെട്ട് പോയില്ല. ഹോ ഗ്ലോറി. അവിടെ പഴയ നിയമത്തിൽ ഒരുത്തൻ മാത്രം, 12-ൽ ഒരുത്തൻ മാത്രം യേശുവിലേക്ക് വന്നു. ഐ ആം ടെല്ലിംഗ് യു ദ ഗോഡ്സ് ലവ്. യേശുവിന്റെ സ്നേഹമാ വലുത്. മനസ്സിലാക്കുന്നവർ നാമേൻ പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ 12-ൽ ഒരുത്തൻ മാത്രം, പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഒരുത്തൻ ഒഴികെ മറ്റവനെ എല്ലാവരും ഞാൻ സ്നേഹിച്ചു. അതാണ് ക്രൂശിലെ സ്നേഹം. ആ കരമുയർത്തി രക്ഷയെ ഓർത്തൊരിക്കൽ സ്തുതിക്കുമോ? മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിയപ്പോൾ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, നിങ്ങളെ എന്നെയും കുറിച്ച്. ആ സ്വപ്നം ഒന്ന് വായിക്കട്ടെ ബ്രദർ, ആ സ്വപ്നം ഒന്ന് വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 3, 4, 5, 6 6-ാമത്തെ വാക്യം കോരിത്തെരിപ്പിക്കുന്ന വാക്യമാണ്: നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുന്നു. ഇതാണ് കർത്താവിനെ മിസ്രൈമിൽ നിന്ന് പിടിച്ചിറക്കിയപ്പോൾ മോശ മുഖേന കർത്താവിന്റെ സ്വപ്നമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ രാജകീയ പുരോഹിത വർഗമെന്നായിരുന്നു. നമ്മൾ തെറ്റിപ്പോയില്ലേ? ഇത് പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വർഗം എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. അത് രാജകീയ വർഷമെന്നാണ് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല ആ വാക്ക് എന്നെ പല ഇങ്ങനെ കാരോട് ആലയത്തിൽ ഞാൻ പെട്ടെന്ന് പറയുന്നതാണ്. രാജകീയ വർഷം എനിക്കറിയില്ല. നിങ്ങളെ കുടുംബത്തിന്റെ രാജകീയ വർഷമാണ്, എനിക്കും അത് രാജകീയ വർഷം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും രാജകീയ വർഷമാണ് ഈ 2025. ശ്രദ്ധിക്കണമേ. അതുകൊണ്ടാണ് പത്രോസ് 1 പത്രോസ് 2-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ഒരു പടി മുൻപോട്ട് കാലെടുത്ത് വെച്ച് പത്രോസ് പറഞ്ഞു: നിങ്ങളോ അന്ധകാരത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കത്ത ബാക്കി പറ തിരഞ്ഞെടുക്കപ്പെട്ട ഉറക്കെ പറ സിസ്റ്റർ, ധൈര്യമായിട്ട് പറ. Glory to be the name of Jesus. യാക്കോബ് പറഞ്ഞു, 4-ാം അധ്യായത്തിൽ പറഞ്ഞു: നിങ്ങൾ എന്നോട് ചേർന്ന് വന്നാൽ ഞാൻ നിങ്ങളോടും കൂടെ.
മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്താൽ ദൈവം നിങ്ങളോടുകൂടെ ചേർന്ന് വരും. എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ഓൺലൈൻ കാണുന്നവരുടെ പല കുടുംബങ്ങൾ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം ചലിക്കാൻ പോകുകയാണ്. പല കുടുംബങ്ങളും ഇന്ന് ഒരു അസാധാരണ സാന്നിധ്യം ചലിക്കാൻ പോകുകയാണ്. പല കുടുംബങ്ങളും ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കാൻ നിമിഷമാണിത്. പല കുടുംബങ്ങൾ ശാപം കേട്ട കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിലേക്ക് സ്റ്റാൻഡ് ഓൺ ഗോഡ് സൈഡ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാമറയെ നോക്കി തന്നെ പ്രഖ്യാപിക്കട്ടെ, ഇന്ന് പകൽക്കാലം കുടുംബത്തിന് മേൽ ഒരു അസാധാരണ സാന്നിധ്യം നേരിടാൻ പോകുകയാണ്. അതിനർത്ഥം ശ്രദ്ധിക്കണമേ, ഇന്ന് ജോഷുവ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ജോഷുവ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 14-15 ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 14-15. കർത്താവേ, നീ പറഞ്ഞല്ലേ ഊരിപ്പിടിച്ച വാളുമായി ഒരുത്തൻ നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ പറയാം. അടിയാനുള്ള കൽപ്പന എന്താണ്? ഞാൻ ചോദിക്കട്ടെ, അടിയാനുള്ള കൽപ്പന എന്താണ്? ഇവിടെ AK-47 വെച്ച് ഒരുത്തൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം തത്ത പറയുന്ന പോലെ പറയും. മുൻപിൽ നിന്ന് ചോദിച്ചാൽ തത്ത പറയുന്ന പോലെ എല്ലാം പറയും, ഒരു കള്ളം പറയത്തില്ല. അതുപോലെയാണ് ഊരിപ്പിടിച്ച വാളുമായി ജോഷുവയുടെ മുൻപിൽ നിന്ന് ഇതാ ചോദിക്കുകയാണ്. ജോഷു, അങ്ങ് എന്താണ് എൻ്റെ കൽപ്പന? നീ ഒന്ന് പറഞ്ഞു തരാമോ? അടിയാനുള്ള കൽപ്പന എന്താണ്? കൽപ്പന, ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഓൺ ഗോഡ് സൈഡ്, ഹി ഹാസ് എ കൗൺസിൽ ഫോർ യു. ഇതാണ് അർത്ഥം. നീ ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്നാ, എനിക്ക് 3 കാര്യങ്ങൾ പറയാം, വേഗത്തിൽ ശ്രദ്ധിച്ചു നിന്നേ. നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്നാ അവന് നിനക്ക് വേണ്ടി ചെയ്യാനുള്ള വലിയ പ്രവൃത്തികളുണ്ട്. എങ്ങനെ? ഹി ഹാസ് എ ഗോഡ് എ കൗൺസിൽ ഫോർ യു. വലിയൊരു കൗൺസിൽ തന്നെ ഉണ്ട്. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് കൗൺസിൽ. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പടിച്ച് കളയുന്ന നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. വിശുദ്ധമാകുമോ? ഇത് ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പ്രഖ്യാപിക്കാം. പുറപ്പാട് പുസ്തകം 3-ൽ ഹോറേബിൽ വെച്ച് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയുക. ഇവിടെ വന്നപ്പോൾ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, നിന്റെ ചെരുപ്പ് കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കഴിയാം. പ്രതിസന്ധിയുടെ മധ്യത്തിൽ കെട്ട് തകർത്ത് നീ മുൻപോട്ട് പോകണമെങ്കിൽ ശ്രദ്ധിക്കണമേ, നിന്റെ പഴയതും തഴക്കവുമുള്ള പഴയതിനെ കൊണ്ട് ഒരിക്കലും നീ മുറകോട്ട് 2025 നീ പോകാൻ കഴിയത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കണമേ, പുതിയ സൃഷ്ടിയോടുള്ള അനുഭവത്തോടു കൂടി മാത്രമേ പുതിയ രൂപാന്തരണത്തേക്ക് സഭ കടന്നു വരുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ കലണ്ടർ മാത്രമേ പുതുവർഷത്തിൽ മാറിയുള്ളൂ. നാം എടുക്കേണ്ട തീരുമാനം മുൻപിൽ ഇന്നും കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കണം. കർത്താവ്, നിന്റെ സന്നിധി ഞാൻ എടുത്തു തീരുമാനത്തിലേക്ക് മടങ്ങി വരുന്നു. ആ വിശുദ്ധിയുടെ പ്രമാണത്തിൽ, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയുടെ പ്രമാണത്തിൽ വിശുദ്ധിയോട് ആരാധിപ്പാൻ ഞാൻ എന്നെ തന്നെ തയ്യാറാക്കുന്നു എന്ന് പറയുന്ന ഒരു ചൊട്ട് കണ്ണി നിന്നതിൽ കൈകൾ വീടുമെങ്കിൽ അത് ഞാൻ പറയട്ടെ, നീ യഹോവയോട് ചേർന്നിരിക്കുന്ന അടയാളമാണ്. ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം കരം ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്തതിലേക്ക് ഞാൻ കടന്നു വരുന്നത് ശ്രദ്ധിക്കണമേ. അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രഖ്യാപിക്കട്ടെ. ഇന്ന് മുതൽ ഒരു സഭ ഒരു തീരുമാനമെടുക്കണം. എന്ത് തന്നെ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഞങ്ങൾ ആൾപ്പെരുപ്പം കണ്ടും ആൾമാടം കട്ടും പണത്തിൻ്റെ ബലത്തിലോ പ്രശസ്തിയുടെ പുറത്തിലോ നിൽക്കത്തില്ല. ഒറ്റ കാര്യം, അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ അടിസ്ഥാനത്തിൽ ദൈവിക നിയോഗപ്രകാരം ആത്മാവ് കൽപ്പിക്കുന്നത് പോലെ ഞങ്ങളെ തന്നെ ഒരുക്കുന്നു എന്ന് ഒറ്റ നിലവിളിച്ചാൽ മതി. ജീവിതത്തെ കർത്താവ് കൊണ്ടു നടത്തും. ശ്രദ്ധിക്കട്ടെ, ശമരിയ പട്ടണത്തിൽ 1000-10,000 ഫിലിപ്പോസിന്റെ ആ സന്ദേശം കേട്ട് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന പെട്ടെന്നൊരു കോളിംഗ്, ഒരു അൾട്രാ കോളിംഗ് വരുന്നു. നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് നീ പോകാം. അതിൻ്റെ അകത്ത് തലവെച്ച് കൊടുക്കാൻ ഫിലിപ്പോസ് അന്ന് തയ്യാറായത് കൊണ്ട് ശമരിയ പട്ടണത്തിന് വലിയ ഉണർവിനേക്കാൾ കർത്താവ് വിളിപ്പിക്കുന്ന നിർജ്ജനമായ സ്ഥലത്തേക്ക് എങ്ങോട്ട് പോകാൻ അറിയത്തില്ല, നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ വിളിയുടെ മുൻപിൽ ശരണപ്പെട്ടത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണമേ, എത്യോപ്യ രാജ്യന് ഷണ്ണന്റെ മാനസാന്തരം തുറന്ന സ്വർഗമായി തീർന്നു. അവിടെ ഒരു കുടുംബം മാത്രമല്ല, 1000-10,000 രക്ഷ പ്രാപിക്കാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ ദൈവിക നിയോഗം അനുസരിച്ച് തലകുനിക്കുവാൻ തയ്യാറായാൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, യേശുവിനെ ഒന്നുകൂടെ പിടിക്കാൻ തയ്യാറായാൽ, കുടുംബത്തെ കർത്താവ് പിടിക്കുവാൻ തയ്യാറാണ്. എന്നോടൊപ്പമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്പർ 2 ശ്രദ്ധിക്കണമേ, വായിക്കാമോ? ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യോശുവ ജനത്തോട്, ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയുമരുത്. ഗ്ലോറി ടു ദി നെയിം. നമ്പർ 1, സ്റ്റാൻഡ് ഓൺ ഗോഡ്സ് സൈഡ്. നമ്പർ 2, ബി സൈലന്റ്. നമ്മളെ മൗനമാക്കുന്ന വർഷങ്ങളും ഇത് ചിലരോടുള്ള പ്രോഫസിയാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. ഇത് എഴുതിയിട്ട് കൊള്ളുക. ചിലരോടുള്ള വാഗ്ദത്തമാണ്. എല്ലാവരും ശ്രദ്ധിച്ച്, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ നിന്നെ മൗനമാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നന്മയ്ക്കാണ്, തിന്മയ്ക്കല്ല.
ജീവിതത്തിൽ അറിവുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒന്നും സംസാരിക്കാൻ കഴിയത്തില്ല. ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് ഇനി നമുക്ക് ഒരു നല്ല ഒരു പ്രാക്ടിക്കൽ മെസ്സേജിലേക്ക് കയറാം. നിങ്ങളെല്ലാം യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. തെറ്റുന്നത് എവിടെയാണ്? മൗനമായിരിക്കേണ്ട സ്ഥലത്ത് മൗനമായിരിക്കാതെ പോകുന്നത് വലിയൊരു അനുഗ്രഹത്തിന് തടസ്സമായി തീരുകയാണ്. സഭ ശ്രദ്ധിച്ചു കേൾക്ക്. വിദ്യാഭ്യാസമുണ്ട്, പഠനമുണ്ട്, എല്ലാമുണ്ട്. പലപ്പോഴും കുടുംബത്തിൻ്റെ അകത്ത് ഷൈൻ ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എല്ലാം കൊണ്ട് സംസാരിക്കണമെന്നുണ്ട്, ഇന്ന് വായ്വിട്ട് നിലവിളിക്കണമെന്ന് കഴിയുന്നില്ല. പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കുടുംബത്തിന് എല്ലാവരും എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എന്നാലും എനിക്ക് എന്തോ ഒരു മൗനത, എൻ്റെ ജീവിതത്തിനൊക്കെ എന്തോ ഒരു സന്തോഷമില്ലാത്ത മൗനത. ജോഷുവയുടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, ഒരു കാര്യം സംസാരിക്കരുത്. അവിടെ നിർദ്ദേശം ഇപ്രകാരമാണ്: 6 ദിവസം നിങ്ങൾ ചുറ്റി വരണം, 7-ാം ദിവസം 7 പ്രാവശ്യം നിങ്ങൾ ചുറ്റണം, 7-ാം ദിവസം 7 പ്രാവശ്യം ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ നിങ്ങൾ ആരും മിണ്ടരുത്. ഓ ഗ്ലോറി. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണമേ. 7 ദിവസം 6 ദിവസം ചുറ്റി വരികയാ. ഈ ശ്രദ്ധിക്കണമേ, നമ്മൾ തന്നെ എന്ന് വെച്ചോ, കർത്താവിൻ്റെ ദാസൻ നേതൃത്വത്തിൽ നമ്മൾ തന്നെ ചുറ്റുക എന്ന് നിങ്ങൾ വെച്ചോ. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ പോകുക, കർത്താവിൻ്റെ ദാസൻ മുൻപിൽ പോകുക. ഇതിൻ്റെ ഇടയ്ക്ക് പ്രത്യാശയില്ലാത്ത കുറേ എണ്ണം കാണും. അപ്പോൾ ഈ സഹോദരിമാർ തമ്മിൽ സംസാരിക്കും, കളിക്കാണ്. ആരുടെ പേര് പറയുന്നില്ല. ഇവിടെ ഇല്ലാത്ത 2 പേര് പറയാം. ജോളി മോളിയെ നോക്കി, ജോളി എന്നറിയില്ലല്ലോ എൻ്റെ പൊന്നെ, ജോളി മോളിയെ നോക്കി കളി പറയുക. ഇടി നിനക്ക് വേറെ പണിയില്ലേ? അദ്ദേഹത്തിൻ്റെ പുറകെ, ഈ ജനത്തിൻ്റെ പുറകെ നടക്കണം. 6 ദിവസം ചുറ്റി വല്ലതും നടന്നോ? ഒരു കളി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നിങ്ങൾ പ്രത്യാശ ഇല്ലാത്തത് പോട്ടെ, അടുത്തവരുടെ പ്രത്യാശ നിങ്ങൾ തകർക്കരുത് പൊന്നെ. അക്ക നീ കൂട്ടത്തേക്ക് പോറിയാ, നാം പോവല്ലേ, നീ വേണോ പോ. അതിൻ്റെ അകത്ത് പോകാനിരുന്നവളും പോകില്ല. സത്യമല്ലേ? അങ്ങനെയല്ല പറയേണ്ടത്. മുളിരാത്രിക്ക് പോറിയാ, നീ എന്ത് പറയണമെന്നറിയാം. ഞാൻ പോവില്ല എന്നത്തേക്ക് ചുമ്മാ. അവളെ പ്രത്യാശയും പോയി. അത് വരാനിരുന്നു 90% വരാന്ന് പറഞ്ഞ് കൂട്ടുപിടിക്കാൻ വേണ്ടി വിളിച്ചതാണ്. വിളിച്ചപ്പം വരുന്നില്ലെന്ന് പറഞ്ഞാൽ അത് പോയി. അങ്ങനെയല്ല പറയേണ്ടത്. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ വരുന്നോന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, സിറ്റുവേഷൻസിന് ദയവേ നീ ഒന്ന് പോകുമോ, ദൈവം നീ പോവും. അങ്ങനെ പറയാൻ പഠിക്കുക സിസ്റ്റർ, ബ്രദർ. അടുത്തവൻ്റെ പ്രത്യാശം തകർക്കരുത്. ഇങ്ങനെ കുറേ എണ്ണം ഈ ചുറ്റും പറഞ്ഞാണ് ജോഷിയുടെ മുൻപിൽ. എന്നാൽ ജോഷുവയ്ക്ക് ഒരു കാര്യം, എന്നെ മൗനമായി ഇരിക്കുന്നത് എനിക്ക് അടുത്ത ഒരു കൽപ്പന പുറകിലുണ്ട്. എനിക്കൊരു ചോദ്യം, ശ്രദ്ധിച്ച് കേൾക്കണമേ. ജോഷുവ ഇങ്ങനെ പറയണമെങ്കിൽ കർത്താവിനോട് ഞാൻ ചോദിച്ച ഒരു കാര്യം, ജോഷുവേ നീ ജനത്തോട് മിണ്ടരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? കാര്യമുണ്ട്. ഒരു വലിയ ചരിത്രം. ജോഷുവ പറഞ്ഞ ഒരു ചരിത്രം. 12 പേരെ ഒറ്റുനോക്കുവാൻ മോശ അയച്ചതുപോലെ ഇതേപോലെ ജോഷുവ 2 പേരെ കനാലിലേക്ക് അയച്ചു. ആ ഭാഗം അറിയാന്നുള്ള കരം ഉയർത്തിക്കേ. കുറച്ച് പേരേ ഉള്ളൂ, ഒരു 4-5 കൈയും. ജോഷുവ 2 പേരെ ഒറ്റുനോക്കാൻ വേണ്ടി അയച്ചു. ഒറ്റുനോക്കാൻ അയച്ചമാര് റാഗാബിൻ്റെ വീട്ടിൽ ചെന്ന് പെട്ടു. റാഗാബിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പെട്ടപ്പോൾ റാഗാബ് ഒരു കാര്യം പറഞ്ഞു. അതാണ് ജോഷുവ നിങ്ങൾ മിണ്ടരെന്ന് പറഞ്ഞ കാര്യം. സിസ്റ്റർ ഒന്ന് ഉച്ചത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചോ. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ജോഷുവ മൗനം ഇരിപ്പാൻ കൽപ്പിച്ചു? വായിച്ചാട്ടെ. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികളെല്ലാം നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിനെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോന്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. അടുത്ത വാക്യം ഒരുമിച്ച്. അടുത്ത വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഇവിടെ പേടിച്ച് വിറച്ചുകൊണ്ട് കൊരുപറ്റ എണ്ണം ഇതാ മതിൽ ചുറ്റി വരികയാ. അവിടെ അടിത്തറ തകർന്നിരിക്കുന്നു. എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുക. എന്തെന്നറിയാമോ?
ഇതിന്റെ ദൂത് മനസ്സിലായവർ ഒന്ന് ആമേൻ പറഞ്ഞു തുടങ്ങിക്കേ. ഇതിന്റെ ദൂത് ഇവിടെ എല്ലാവരും പേടിച്ചു വിറച്ചു, ഒന്നും നടക്കത്തില്ലെന്ന് നിരാശ വാക്കുകൾ കൊണ്ട് പറഞ്ഞിരുന്നപ്പോൾ ഇതാ നിങ്ങൾ തിരിഞ്ഞു നോക്കണമേ. ആ എരികോ ചുറ്റുമിരിക്കുന്ന അനേക കുടുംബക്കാർ ഇവരുടെ വരവിനെ കണ്ട് പേടിച്ച് വിറച്ചിരിക്കുക. സിസ്റ്റർ, ഒരു ദൂത് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒരു ദൂത് കൈമാറാം. നിങ്ങൾ ഭയപ്പെട്ടതിന്റെ ചിലതിന്റെ അന്ധകാര ശക്തികളുടെ അടിത്തറ പൊളിച്ചു കഴിഞ്ഞു ദൈവം. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? 2024 ഭയന്ന ചിലതിനെ കർത്താവിന്റെ ഫൗണ്ടേഷൻസ് പൊളിച്ചു കഴിഞ്ഞു. പുറത്ത് നിനക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ, ഇന്ന് പകൽക്കാലം പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ. 2025 ഇന്നും നീ ഭാരപ്പെടുന്ന ചിലതിന്റെ അടിസ്ഥാനങ്ങൾ പൊളിഞ്ഞു. അത് നിൽക്കുന്ന ആടി ഉലഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഹേ ഗ്ലോറി, അത് ആടി ഉലഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവർക്കറിയില്ല, ഇവർ ചിന്തിച്ച ഒരു ക്രാക്ക് പോലും കാണുന്നില്ല. ഒരു ക്രാക്ക് പോലും, ഒരു ചെവറിന്റെ ഒരു ക്രാക്ക് പോലും കാണുന്നില്ലെന്നാണ് ഈ ജനം പറയുന്നത്. എന്നാൽ അടിത്തറ കമ്പിൾ ഉലഞ്ഞു നിൽക്കുക. ശത്രുവിന്റെ മേൽ ജയം എടുക്കുവാനുള്ള ഒന്നാമത് സന്ദേശം നീ മിണ്ടാതിരുന്നോ? നിന്റെ യഹോവയായ ദൈവം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയും? യേശുവേ, നീ എൻ്റെ ഉപനിധി, അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അന്ത്യം വരെ ഉറച്ചിരിക്കുന്നു ഞാൻ. കാരണം എനിക്ക് ഇന്നുള്ള ഉലച്ചിലും പിടിച്ചിലുകളും എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ സിസ്റ്റർ എപ്പോഴും ഞാൻ ഈ ആലയത്തിനകത്ത് പറയാറുണ്ട്, യോബിനെ കുറിച്ച് എല്ലാവരും നോക്കുമ്പോൾ ഓട്ട് കഷ്ണം മാത്രം വെച്ചിട്ട് ഒരുത്ത് നിൽക്കുന്ന പാവം. 10 മക്കൾ പോയി, ഒട്ടകം എത്ര 3000 6000 വെച്ച് എത്ര എണ്ണം ഉണ്ടായിരുന്നു, എല്ലാം പോയി. അവസാനം യോബ് പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് എൻ്റെ ഓട്ട് കഷ്ണം, എന്നെ മാത്രം, എൻ്റെ വേർ വെള്ളങ്ങളോളം. വായിച്ചിട്ടില്ലേ? എൻ്റെ വേർ വെള്ളങ്ങളോളം. അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട്, അന്യ കണ്ണുകൊണ്ടല്ല. നീ പറയുന്നത്, നീ ചിന്തിക്കുന്നത് എൻ്റെ കുടുംബത്തിന്റെ നിരാശ നീ കാണുന്നുണ്ടല്ലേ? എൻ്റെ മക്കളെ വിദ്യാഭ്യാസം ഇല്ലാത്ത നീ കാണുന്നുണ്ടല്ലേ? എൻ്റെ മക്കളെ കുടുംബ തകർച്ച നീ കാണുന്നുണ്ടല്ലേ? ഞാൻ കാണുന്നത് അതിന് മീതെയുള്ള പ്രത്യാശ. സഹോദരൻ, ഒന്ന് കരങ്ങളെ തട്ടിക്കേ. നിന്റെ കുടുംബത്തിന്റെ നിരാശ പലർ കാണുമ്പോൾ നീ കാണേണ്ടത് അതിന് മുകളിലുള്ള പ്രത്യാശയാണ്. ആരാധിക്കുന്ന ദൈവപൈതൽ മനസ്സിലാക്കിക്കോ, നിന്നെ വഴിയാധാരമായി വിടുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ആ പറഞ്ഞവന് ഇന്നും എന്നും അനന്യെന്ന് പറഞ്ഞവൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെന്നേ. അവൻ നസ്രൻ യേശു ക്രിസ്തു. അവൻ ഇന്നും എന്നും അനന്യനത്രേ. കാലങ്ങൾ മാറിപ്പോയാലും, ഈ ലോകത്തിൽ ആര് മാറിപ്പോയാലും, നമ്പുവാൻ കഴിയാത്ത ലോകത്തിലല്ല നീ ഇരിക്കുന്നത്. എന്നാലും നമ്പുവാൻ കഴിയാത്ത ഒരുത്തനേ ഉള്ളൂ ഈ ലോകത്തിൽ. അത് നാം ആരാധിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അത്രേ. അകത്തേക്ക് കയറട്ടെ. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവരും ഭയം കെട്ടുപോയി. അന്ധകാര ശക്തികളും ഇന്നും നീ തിരിച്ചല്ല ഭാരത്തോടിരിക്കേണ്ടത്. നിങ്ങളുടെ ബലവത്തായ കോട്ടയെ കാണുന്നത് മുൻപേ ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവയത്രേ. നിങ്ങൾ ഭയപ്പെട്ട പലതിന്റെ മേൽ ഇന്ന് പകൽക്കാലം പ്രോഫസ് ചെയ്ത് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പോകുന്നു. നിങ്ങൾ 1-ാം ദിവസം ചുറ്റിയപ്പോൾ അതിൻ്റെ ഞങ്ങൾ വിറച്ചു. 2-ാം ദിവസം ചുറ്റിയപ്പോൾ ഞങ്ങളുടെ ഹൃദയം നിലച്ചതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള കേൾവി നിമിത്തം ഞങ്ങൾ ഉള്ളം ഉരുകിപ്പോയി. ചെങ്കമല കൃപാസനാലയം 2025 ഈ ദേശത്തിൽ മത്തിൽ വെളിപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ ദേശത്തിന്റെ അധിപതിക ശക്തികൾ, ഈ ദേശത്തിന്റെ വിഗ്രഹാരാധന ശക്തികൾ ഈ ആരാധനയുടെ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചുടയപ്പെടുകയാ. എന്റെ മുൻപിൽ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവരും കരങ്ങളടിച്ച് ഈ ദൈവത്തിന്റെ മുൻപിൽ എല്ലാ അന്യാരാധന ശക്തികൾ തച്ചുടയപ്പെടുകയാ. ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാതെ തടയുന്ന എല്ലാ ആന്തരിക, എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും, എല്ലാ ഏലസുകൾക്കും, എല്ലാ തകടുകൾക്കും പ്രശസ്തി എഫെസോസ് പട്ടണത്തിലെ വചനം തുറക്കപ്പെട്ടപ്പോൾ അന്ധകാര ശക്തികൾക്ക് കരിക്കൽ ഏറ്റതുപോലെ യേശുവിന്റെ നാമത്തിൽ ജീസസ്. നാം ചില ദിവസങ്ങൾ മൗനമായിരിക്കേണ്ടി വരും. ഇനി പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാമോ? നാം ചില ദിവസങ്ങൾ മൗനമായിരിക്കേണ്ട സിറ്റുവേഷൻ ജീവിതത്തിൽ കടന്നു വരും. കടഭാരമാണോ? മക്കളുടെ പഠനം നടക്കത്തില്ലയോ? മിണ്ടാതിരിക്കുക, മൗനമായിരിക്കുക. ഞാൻ വചനം പറയാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മൗനമായിരിക്കാനല്ല, ഇപ്പോൾ നിങ്ങൾ കരങ്ങളെ തട്ടി ആരാധിക്കുക. നിങ്ങൾ ഇരിക്കേണ്ടത് ജീവിതത്തിൽ മൗനമായിരിക്കുക. ചിലപ്പോഴൊക്കെയും കർത്താവ് നിങ്ങളെ മൗനമാക്കി വരുന്ന ഒരു ദിവസമുണ്ട്.
ദൈവം തുടങ്ങാത്ത ഒരു യുദ്ധത്തിലും നിങ്ങളെ കൊണ്ടുപോയി ചേർക്കത്തില്ല. ആമേൻ. ദൈവം തുടങ്ങാത്ത ഒരു യുദ്ധത്തിലും എഴുതിയിട്ട്, ദൈവം തുടങ്ങാത്ത the battle belongs to Lord. അതല്ലേ വേദപുസ്തകം പഠി. യുദ്ധം യഹോവയ്ക്കുള്ളത്. അപ്പോൾ അവൻ തുടങ്ങാത്ത ഒരു യുദ്ധത്തിന് നിന്നെ കൊണ്ടുപോയി നടത്തത്തില്ല. പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിൽ അയച്ചപ്പോൾ അവൻ ഭൂജാതനാകുവാൻ കന്യയുടെ ഉദരം കൊടുത്തു, ഏത് മാട്ടുതൊഴുത്തിൽ കിടത്തുവാൻ കൊടുത്തു, ആരും കയറിയിട്ടില്ലാത്ത കഴുതയിൽ കയറുവാൻ കഴുത ഒരുക്കി കൊടുത്തു, ആരും വച്ചിട്ടില്ലാത്തൊരു കല്ലറയിൽ വയ്പ്പാൻ സ്ഥാനം കൊടുത്തു കർത്താവിനെ. ആരും ചെയ്യാത്ത വണ്ണം 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിന് ശക്തി പ്രാപിച്ച് കർത്താവ് പുനരുദ്ധാനം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നീ ആർക്ക് മാതാപിതാക്കളായി തീരണം? നിനക്ക് ആര് മാതാപിതാക്കളായി തീരണം? ഏത് കോളേജിൽ നീ പഠിക്കണം? ഏത് സ്കൂളിൽ നീ വിദ്യാഭ്യാസം എടുക്കണം? എവിടെ ജോലി നോക്കണം? ആരെ വിവാഹം കഴിക്കണം? നിന്റെ തലമുറകൾ ആണെന്നുള്ളത് നേരത്തെ തമ്പുരാൻ കുത്തിവിട്ടിട്ടുണ്ട്. എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? ഇത് യുദ്ധമാണ്, ഇത് കളിക്കളമാണ്, ഇത് പോർക്കളമാണ് നാം നിൽക്കുന്നത്. ഈ പോർക്കളത്തിൽ നാം ജയിച്ചേ മതിയാകത്തുള്ളൂ. ഈ പോർക്കളത്തിൽ നാം ജയിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഊരിപ്പിടിച്ച സൈന്യമൻ, ഊരിപ്പിടിച്ച വാളുമായി സൈന്യൻ നമ്മോടുകൊണ്ടുണ്ട്. അവന്റെ മുഖത്തേക്ക് ഒരു യാത്ര ഈ മണ്ണിൽ വിട്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണമേ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ എന്നൊക്കെ ഈ ലോകം വിട്ടു പോകുന്ന അഴയുടെ അടക്ക ശുശ്രൂഷയിൽ നാം വിളിച്ചു പറയാറുണ്ട്. സത്യത്തിൽ നാം ജീവനോടിരിക്കുമ്പോൾ നാം പ്രാപിക്കേണ്ട ദർശനമാത്. എങ്ങനെ ഒന്ന് പറയട്ടെ. തലയില്ലെങ്കിലും അടക്കാൻ സമയത്ത് യോഹന്നാനേ, നിനക്ക് തലയില്ലെങ്കിലും മാംസമേത് കഷ്ണം വേറെ ശരീര മുണ്ടമായി കിടക്കുമ്പോൾ, തല ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക്. അത്ഭുതപ്പെടുത്തി. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിന്റെ കുറവുകൾ കർത്താവിൻ്റെ ഒരു പ്രശ്നമല്ല. നിന്റെ 1000 രൂപ 10,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കടമല്ല കർത്താവിൻ്റെ പ്രശ്നം. മനസ്സിലാക്കിക്കോ. നിന്റെ ശരീരത്ത് 100 കണക്കിന് രോഗങ്ങൾ ഉണ്ടെങ്കിലും നിത്യത്തിൽ പ്രവേശിക്കാൻ ഒരു തടസ്സമല്ല. അതൊരു തടസ്സമല്ല. പൗലോസും കൊണ്ടു നടന്ന 3-4 കൂട്ടം രോഗങ്ങളെ. നിന്റെ രോഗങ്ങൾ ഒരു തടസ്സമല്ല, നിന്റെ ബലഹീനത ഒരു തടസ്സമല്ല. അതാണ് സൂര്യ തേജസ് വരെ, ചന്ദ്രന്റെ തേജസ് വരെ, ഇത് നക്ഷത്രത്തിന്റെ തേജസ് വരെ. അന്ന് ഹേരോദാവിന്റെ മുഖത്തേക്കാൾ യോഹന്നാന്റെ മുഖം ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണ്. ആ കരം ഉയർത്തി ആ മഹത്വപ്പെടുത്തിയാട്ടെ. നീ മൗനമായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി കർത്താവ് ചെയ്ത കുറേ കാര്യങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തിയാൽ ഈ മെസ്സേജിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇനി അടുത്ത അരമണിക്കൂർ വളരെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. നീ മൗനമായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അതിനു മുമ്പ് 1-2 സംഗീതങ്ങൾ, ഒരു സംഗീതത്തിൽ നിന്ന് 2-3 ഭാഗങ്ങൾ കോട്ട് ചെയ്ത് ഞാൻ മുൻപോട്ട് പോകാം. അപ്പോൾ മൗനമായിരിക്കാൻ നിങ്ങൾ പഠിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ ഒന്നാമത്തേതാണ് സ്റ്റാൻഡ് ആൻഡ് ഗോഡ് സൈഡ്. രണ്ടാമത് ചിന്തിച്ചു വരുന്നത് എന്താണ്? മൗനമായിരിക്കുക, ബി സൈലന്റ്, മ്യൂട്ട് മോഡിൽ. ചിലപ്പോഴൊക്കെ കർത്താവ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്തകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. എല്ലാം മൗനമായി മ്യൂട്ട് ചെയ്യേണ്ട ഒരു കാലം വരും. ബ്രദർ, സിസ്റ്റർ, 5 വർഷം നിങ്ങൾ മ്യൂട്ട് ചെയ്യേണ്ട ചില കാലങ്ങൾ വരും. എന്നെ കർത്താവ് 12 വർഷം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? അങ്ങനെയാണ്. ഞാൻ BPT എൻ്റെ അണ്ണനാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. എന്നെ ഫിസിയോതെറപ്പിക്ക് ചേർത്തത് എൻ്റെ അണ്ണനാണ്. ആദ്യമായിട്ട് ഇതിന് മുൻകൈ എടുത്ത് എന്നെ ചേർത്തത് ഒരു കോളേജിൽ. എനിക്കതിൻ്റെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. എന്നാൽ 12 വർഷം ഞാൻ പോകാത്ത ഇൻസ്റ്റിറ്റ്യൂഷനില്ല, ഞാൻ എക്സാമിനറായി കണ്ടക്ട് സ്ഥാപനങ്ങളില്ല. ഏകദേശം തമിഴ്നാട് എല്ലാ കോളേജിലും എക്സാമിനറായിട്ട് പോയി, എല്ലാ കോളേജിലും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ എല്ലാറ്റിനുമായി പോയി. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന 12 വർഷം കാലം സിസ്റ്റർ, 12 വർഷക്കാലം ഈ വചനം ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ 10 വർഷത്തിനോ 12 വർഷത്തിന് മുൻപെയാണ് എടുത്ത് പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയ കാലം. അതിന് മുൻപേ ആയിരുന്ന ഞാൻ ദേവേന്ദ്ര കോളേജ് ഓഫ് ഫിസിയോതെറപ്പിയിൽ ഇരുന്നപ്പോൾ പ്രിൻസിപ്പളായിരുന്നപ്പോൾ എന്നെ മ്യൂട്ട് ചെയ്ത 12 വർഷം. ഞാനിത് പറയുന്നത് എൻ്റെ ടെസ്റ്റ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ചില വശങ്ങൾ കർത്താവ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കും. ഭാരപ്പെടരുത്, ശ്രദ്ധിച്ചേക്ക്, ഭാരപ്പെടരുത്. നല്ല ശമ്പളമില്ലെങ്കിലും കോളേജിനെ ഡെവലപ്പ് ചെയ്തു, ഉച്ചത്തിൽ കൊണ്ടുവന്നു. എത്രയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയ്ക്ക് ഉച്ചത്തിൽ കൊണ്ടുവന്നു. ഞാൻ കോളേജിൻ്റെ അകത്ത് 5 അഡ്മിഷൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് 50 അഡ്മിഷൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ 15 എണ്ണത്തെ ഇടത്തക്ക വണ്ണം നല്ല ഒരു സ്ഥാപനമാക്കി ഞാൻ മാറ്റി. എന്നാൽ എൻ്റെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ഞാൻ ശൂന്യനായി കാണപ്പെട്ട ദിവസം കർത്താവ് മ്യൂട്ട് ചെയ്തതിനെ കർത്താവ് ഒരു ദിവസം തുറന്നു. എൻ്റെ പിതാവിന് രോഗക്കിടക്കയിലായിരുന്നപ്പോൾ ഞാൻ പിച്ചും പിതറിയും എന്ത് പറയുന്നറിയാതെ ചില മെസ്സേജസ് പറഞ്ഞത് ഇന്ന് യൂട്യൂബിലുണ്ട്. ഞാൻ പറയുന്ന മെസ്സേജുകൾക്ക് എനിക്ക്
എനിക്ക് തന്നെ വ്യക്തതയില്ലാത്ത ചില മെസ്സേജസുകൾ, എനിക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുള്ള അറിയാത്ത ഒരു മെസ്സേജസ്. ഒരു ദിവസം ഒരു സഹോദരനെ നോക്കി പറഞ്ഞു, താങ്കൾ ഒരു പ്രൊഫസർ അല്ലേ, അപ്പോൾ ഒരു കാര്യം വ്യക്തതയില്ലാതെ ഇങ്ങനെ പ്രസംഗിക്കാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്കിടിച്ചു പോയി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇനി ഒരു ആയുസ്സിൽ ഞാൻ വേദിയിൽ നിന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ മെസ്സേജിനൊരു വ്യക്തത ഉണ്ടാകണം, എൻ്റെ മെസ്സേജിനൊരു വ്യക്തത ഉണ്ടാകണം. ഞാൻ വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല, ഞാൻ ചുമ്മാ ഒന്നും കഴിയത്തില്ല, എനിക്കെന്നെ ചുമ്മാ ഒരു മണിക്കൂർ കളിപ്പിക്കാൻ എനിക്ക് വേണ്ട കർത്താവേ. പ്രിപ്പറേറ്ററി ഫേസ് ഇല്ലാതെ ഒരിക്കൽ എന്നെ വേദിയിൽ നിർത്തണമെന്ന് പറഞ്ഞു. അന്ന് പതിയെ 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 കർത്താവ് ആയുസ്സും ആരോഗ്യം നിന്ന് കർത്താവ് കൃപാവരങ്ങളാൽ നിറച്ചു എന്നെ. അനേക നിമിഷങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ കൃപ ചെയ്തു. 2025 ഒന്നാമത്തെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്നു. ഞാൻ ഈ വേദിയിൽ നിന്ന് സാക്ഷി പറയുമ്പോൾ എൻ്റെ കൈ കൊണ്ട് അനേക രോഗികളെ വിടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെല്ലാം 1-ാം തീയതി പോയി രാവിലെ കിടന്ന് ഉറങ്ങിയല്ലേ. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു സഹോദരി ഓടി വന്നു എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന്. അതുവരെ സഹോദരി ഓടി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, ഇവിടെ എല്ലാം പാട്ടായില്ല, പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ല അറിയേണ്ടത്, പാട്ടായി. ഞാൻ പറഞ്ഞു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് എൻ്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 56 വയസ്സായ 4 വർഷം മാത്രം റിട്ടയർമെൻറ്റിലുള്ള ഒരു വാർദ്ധക്യത്തിലിരിക്കൊരു ആൻറ്റിയാണ്. അവർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് കിട്ടിയ അവസരമാണ്. ഒന്നാമതായി ഹോസ്പിറ്റലിലേക്ക് ആ സ്റ്റാഫ് വന്ന് ചോദിക്കുന്നത്. ഞാൻ പെട്ടെന്ന് കൈക്ക് പിടിച്ച് നേരെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, സ്റ്റാഫിനോട് പറഞ്ഞു, പേഷ്യൻസിനെ മാറ്റി നിർത്താൻ പറഞ്ഞു. മാറ്റി നിർത്തിയിട്ട് 5 മിനിറ്റ് നീണ്ടു നിന്ന പ്രാർത്ഥന. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം രാവിലെ ഓരോന്നായിട്ട് വിളിക്കാൻ തുടങ്ങി എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന്. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആ സഹോദരി കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ചിലപ്പോഴൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കും, അത് തുറക്കപ്പെട്ട നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് വലിയ നന്മ വെളിപ്പെടും. അനേകരെ കണ്ണ് തിരുമി അടയ്ക്കാൻ ഞാൻ കാണുന്നുണ്ട്. അനേകരുടെ കണ്ണുകളിൽ നിന്ന് ധാരാളമായ കണ്ണുനീർ ഒഴുകുന്നുണ്ട്. സാരമില്ല, ഈ കണ്ണുനീർ നന്മയ്ക്കാണ്, ഈ കണ്ണുനീർ നിന്മയ്ക്കല്ല സിസ്റ്റർ. ഇതിനകത്ത് വലിയൊരു നന്മ കർത്താവ് തരുവാൻ പോകുന്നു. ഞാൻ വചനങ്ങൾ വായിച്ച് മുൻപോട്ട് വരട്ടെ, ശ്രദ്ധിക്കണമേ. ഇതിൻ്റെ അകത്ത് കർത്താവ് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ സാക്ഷി ഞാൻ പറയട്ടെ. 12 വർഷക്കാലം മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നതിനെ പെട്ടെന്ന് 2018 കർത്താവ് തുറന്നു വിട്ടു. നാട്ടിലേക്ക് വരുവാനും തിരുനെൽവേലിയിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നു. നല്ലൊരു വിദ്യാഭ്യാസത്തോട് ചേർന്നുള്ള നല്ലൊരു ജോലി നൽകി. ഇന്ന് കേരളത്തിൽ വെച്ച് ഏറ്റവും ഹൈലി പെയ്ഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് കർത്താവ് എന്നെ മാറ്റുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. കേരളത്തിൽ വെച്ച് ഏറ്റവും ഹൈലി പെയ്ഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട്, ലോകം അറിയത്തക്കമുള്ള പ്രശസ്തനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് കർത്താവിനെ മാറ്റി. അതിന്റെ കാര്യം മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന അത്രയും സ്ഥലത്ത് വിശുദ്ധനായിരിക്കാൻ പ്രമാണം വിട്ടു പോകാതെ കർത്തൃ സന്നിധിയിൽ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ മ്യൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന 12 വർഷക്കാലം എങ്ങനെ ജീവിക്കാമായിരുന്നു. ഒന്നും ജീവിക്കാൻ കർത്താവ് ഇടവരുത്തിയില്ല. പ്രാപിച്ച സൺഡേ ക്ലാസ് ജീവിതവും പ്രാപിച്ച ഉൾക്കരുത്തും പാസ്റ്റർ എന്ന മകനെന്ന കരുത്തും ഉൾക്കരുത്തും എന്നെ അതുപോലെ നിർത്തുവാൻ സഹായിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. 12 വർഷമോ 20 വർഷം നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുന്ന ജീവിതത്തിന്റെ ശൈലികൾ കൊണ്ട് ഒരിക്കലും മാറരുത്. പൊന്നെ തൊഴുതു പറയാൻ, നിങ്ങൾ ആ ശൈലിയിൽ നിന്ന് മാറരുത്. നിങ്ങൾ അടുത്ത ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ മ്യൂട്ട് ചെയ്ത് വെച്ചുള്ള ജീവിതം. ഞാൻ പറയട്ടെ, പ്രിൻസിപ്പൽ എന്ന പോസ്റ്റിന് മാത്രമാണ് ഞാൻ യോഗ്യനായിരുന്നത്. ശമ്പളമൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. ഒരു ചെറിയ ശമ്പളം മാത്രമാണ്. പ്രൈവറ്റ് കോളേജ് ജോലിയൊക്കെ നിരക്കത്തോടെ നിങ്ങൾക്കറിയാമല്ലോ എന്തൊരു ശമ്പളമാണ് അവൻ തരുന്നത്. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, അവർ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നത് നല്ലതിനാണ്. അത്രയുമുള്ള കരുത്തൻ്റെ ജീവിതത്തിൽ അതിനുശേഷമുള്ള ഈ 10 വർഷങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിന് നൽകി തന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കുന്ന സമയം പോയി. അതുകൊണ്ടാണ് സംഗീതക്കാരൻ 39-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറഞ്ഞു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുകയും. അടുത്ത വാക്ക് എല്ലാവരും എൻ്റെ മുൻപിൽ ഒരുമിച്ച് പറയണം, ദുഷ്ടൻ എൻ്റെ മേൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാൽ കാക്കണമെന്നും ഞാൻ പറഞ്ഞു. ശത്രു നിന്റെ മേൽ ജയമെടുക്കാതെ വണ്ണം നീ നിന്റെ വായെ കടിഞ്ഞാടിട്ട് സൂക്ഷിക്കണം. മ്യൂട്ട് ചെയ്യുമ്പോൾ കടിഞ്ഞാടിട്ട് സൂക്ഷിക്കണം. പോരല്ല, അടുത്ത വാക്യം സംഗീതം 141:3, യഹോവ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ ആദരദ്വാരത്തെ കാക്കേണമേ. ഇത് വായിച്ചപ്പോൾ കർത്താവേ, പലപ്പോഴും പറയാനാത്ത കാര്യങ്ങൾ. do the good thing in the good time, do not do the good thing in the bad time. അങ്ങനെ പറയാറുണ്ട്. ചിലതിന് നല്ലത് ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നീ നല്ലത് ചെയ്യുവാൻ പോകുമ്പോൾ നിനക്കത് ഹാനി വരുത്തുന്ന, നിനക്കത് പ്രശ്നം വരുത്തുന്ന ജീവിതത്തിൽ കടന്നു വരും. ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ്. നല്ലത് ചെയ്യുവാൻ പോകുമ്പോൾ അത് പലതും നിനക്കെതിരെ തിരിയുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്. ഡു ദ ഗുഡ് തിങ് ഇൻ ദ ഗുഡ് ടൈം, ഡു നോട്ട് ഡു ദ ഗുഡ് തിങ് ഇൻ ദ ബാഡ് ടൈം. ആ നല്ല സമയമാണെന്ന് നോക്കിയിട്ട് വേണം നല്ലത് ചെയ്യുവാൻ തീരുമാനിക്കാൻ.
നീ എൻ്റെ അധരദ്വാരത്തെ കാക്കണമേ. സി, യഹോവ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരത്തെ. ദൈവം നമുക്ക് മൗനമാക്കി കളയുന്ന മാസങ്ങളും വർഷങ്ങളുമുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ പറഞ്ഞു 4 കാര്യങ്ങൾ എനിക്ക് പഠിപ്പിക്കണം. സഭയെ 4 കാര്യങ്ങൾ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് മൗനമാക്കുന്നത്? നാം എന്തായിരിക്കണം? ചുമ്മാ കിടന്ന് ഉറങ്ങാനല്ല. മൗനമാക്കിയിട്ടിരിക്കുന്ന 12 വർഷക്കാലങ്ങൾ വെറുതെ കിടന്ന് ഉറങ്ങാനല്ല. ശ്രദ്ധിക്കണമേ, ഇന്ന് അങ്ങനെ മൗനമാക്കി വെറുതെ കിടന്ന് ഉറങ്ങാതെ നിങ്ങൾ വിശുദ്ധിയിലും വേറുപാടിൽ നിന്നാൽ നിങ്ങൾക്ക് എത്ര വലിയ പദവി കർത്താവ് തരുവാൻ പോകുമ്പോൾ അത്രയും വലിയ പദവികൾ തരും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു കോളേജിൽ പ്രിൻസിപ്പളാണ്. ആരിങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല. പ്രിൻസിപ്പൾ ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു ഹോസ്പിറ്റലിൽ ഞാനൊരു പെയിൻ മാനേജ്മെൻറ്റ് ഡയറക്ടറാണ്. ഗ്രേസ് ഹോസ്പിറ്റലിൽ, ഗ്രേസ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി ഞാനൊരു പ്രിൻസിപ്പളാണ് ഇപ്പോഴും ഇന്നും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു പെയിൻ മാനേജ്മെൻറ്റ് ഡയറക്ടറാണ്. ഇല്ലെങ്കിൽ തമിഴ്നാട് ഡോക്ടർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഞാൻ ഇൻസ്പെക്ഷൻ പാനലിൽ ചെയർപേഴ്സണാണ്. ഞാനൊരു സൈൻ ചെയ്താൽ മാത്രമേ തമിഴ്നാട്ടിലുള്ള കോളേജസിന് അഫിലിയേഷൻ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഒരു പോസ്റ്റിൽ കർത്താവിനെ കൊണ്ടുവച്ച് നിൽക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു വലിയ നന്മ ഉണ്ട്. വിശുദ്ധിയുടെ വേടുപാലും അതുപോലെ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, മൗനമാക്കപ്പെട്ട സിറ്റുവേഷനിൽ പതറാതെ നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ കർത്താവ് എത്തിക്കുമെന്നേ. അതിൽ ഒരു കുറപ്പും വേണ്ട. നമുക്ക് പഠിക്കാമോ? ബി സൈലന്റ് ടു സീ ഗോഡ്സ് ഫൈറ്റിംഗ് ഫോർ us. നമ്പർ 1, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-15. പുറപ്പാട് പുസ്തകം 14-15, 14-ാം അധ്യായത്തിന്റെ 14-15. ബി സൈലന്റ് ടു സീ ഗോഡ് ഈസ് ഫൈറ്റിംഗ് ഫോർ us. അപ്പോൾ നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കാണണം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് നിങ്ങൾ മൗനമായിരിപ്പിൻ. വായിച്ചോ സിസ്റ്റർ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിപ്പിനും പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് മുൻപോട്ട് പോകാ. മതി. ഫറവോന്റെ ആഘോഷത്തിന്റെ മറുപടി പറഞ്ഞു നിൽക്കേണ്ട അവസരമില്ല മോശേ. നീ മുൻപോട്ട് പോകാ. ഗോ ഫോർവേഡ്. ഇന്ന് പകൽക്കാലം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ട് മൗനമായിരിക്കണം. ശരി തന്നെയാണ്. എന്ന കാലഗതികൾക്കനുസരിച്ച് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. വിടരുത്. മക്കൾക്ക് കരുതേണ്ടത് കരുതിക്കൊണ്ടിരിക്കണം. മക്കൾക്ക് എല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കരുത്. നന്നായിട്ട് അധ്വാനിക്കണം. 6 മണിക്കൂർ 7 മണിക്കൂർ മാത്രം ഉറങ്ങണം. മറ്റു സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കേണ്ട ചില മണിക്കൂർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവാശ്രയ ബോധത്തോട് മാറ്റിവെക്കണം. മറ്റു സമയം വീട്ടിൽ കിടന്ന് സീരിയൽ കണ്ട് ഉറങ്ങേണ്ട ദിവസമല്ല. നന്നായിട്ട് മുൻപോട്ട് വെക്കോളണം. കാരണം മൗനമായി ശേഷിക്കുന്ന നാളുകളിൽ അയ്യോ കർത്താവ്, എനിക്ക് ഇത്രയും കടഭാരമുണ്ട്, എൻ്റെ മക്കളെ വിദ്യാഭ്യാസത്തിന് ഒരു ചെറിയ ബാങ്ക് ബാലൻസ് എനിക്ക് മുൻപിലുണ്ട്, ഇനി എന്തൊന്നും ചെയ്യാൻ അറിയില്ല, മക്കളെ കെട്ടിച്ചു കൊടുക്കണം, ഫീസ് അടയ്ക്കാൻ കാശ്, ഒന്നും പറയരുത്. നീ മൗനമായിരിക്കെ. എന്നാൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെയ്യുന്ന തൊഴിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെയ്യുന്ന ജോലി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുടുംബത്തെ നന്നായിട്ട് നിയന്ത്രിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം വരും കർത്താവ് പറയും, എന്റെ കരത്തെ പിടിക്കുന്ന ഒരു ദിവസം വരും. അന്ന ദിവസം ആ പിടി സാധാരണ പിടിയല്ലെന്നേ. ആ പിടി സാധാരണ പിടിയല്ല. മനസ്സിലായവർ കരം ഉയർത്തി ഒന്നും കർത്താവിനെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. ഒന്നാമതായി, ഞാൻ വേഗത്തിൽ പോകുന്ന ഒത്തിരി കാര്യം പറയാനുള്ളതുകൊണ്ട് 15 മിനിറ്റ് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഒന്നാമതായി, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നിൽക്കരുത്, മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്പർ 2, ബി സൈലന്റ്, മെഡിറ്റേറ്റ് ഓൺലി അൺടു ഗോഡ്. സങ്കീർത്തനം, കർത്താവിനോട് മാത്രം എന്ത് ചെയ്യണം? ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അതാണ് ധ്യാനിക്കാൻ. മിണ്ടണ്ട, കർത്താവിനോട് മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഒന്ന്, കർത്താവ് യുദ്ധം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി, മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്പർ 2, കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, സങ്കീർത്തനം 4:4, നിങ്ങൾ കിടക്കയിൽ, ഞാൻ വായിക്കാം, നിങ്ങളുടെ കിടക്കയിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. നിങ്ങളുടെ കിടക്കയിൽ ധ്യാനിച്ച്, കിടക്കെ മുറിയെ, ബെഡിനെ ഏതെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കർത്താവിനെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തിക്കോ. നമ്മുടെ മൗനം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും സിസ്റ്റർ. സാരമില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഞാൻ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ മൗനം ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും. ജാതികൾ, ഇവൻ പോഷനാണ്, ഇവൻ അറിവില്ല, ഇവന് ജ്ഞാനമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. നോ പ്രോബ്ലം. അതൊന്നും സാരമല്ല. നിങ്ങളെ അവഗണിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് ആരോടെങ്കിലും, ഞാൻ പറഞ്ഞതുപോലെ അന്നൊരിക്കൽ പുതുവർഷത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങളെ എവിടെയെങ്കിലും വേണ്ടെന്ന ഒരു ദിവസം, വേണ്ടെന്ന ഒരു സാഹചര്യം വന്നാൽ അന്ന് അവിടെ നിന്ന് മാറി നിൽക്കുക, മിണ്ടാതിരിക്കുക. കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു, നിങ്ങളെ ഒരു
ഒരുത്തൻ കല്യാണ വീട്ടിൽ വിളിച്ചാൽ നിങ്ങളല്ല അവിടുത്തെ പ്രധാന പാർട്ടിയെങ്കിൽ നിങ്ങൾ പോയി മുൻ സീറ്റിൽ ഇരിക്കരുത്. കാരണം അവൻ ആരെ വിളിച്ചിട്ടുണ്ടെന്ന് അവൻ അറിയില്ല. ആരെയാണ് വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിളിച്ചവന് മാത്രമേ ആരെയാണ് വിളിച്ചിട്ടുള്ളത് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പുറകിൽ വന്നിരിക്കുക. നിങ്ങളാണ് വിളിക്കപ്പെട്ടതിൽ പ്രധാന വ്യക്തിയെങ്കിൽ അവൻ വിളിച്ചവൻ നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് വന്ന് ഫ്രണ്ടിൽ ഇരുത്തും. അതുവരെ പറയണം ഞാൻ ആ പ്രയോജനൻ അതുവരെ പറയണം. വയലിൽ ജോലി കഴിഞ്ഞ് ഒരുത്തൻ വരുന്നു, അവന് ക്ഷീണിച്ചു വരുന്നു, കിടന്നുറങ്ങാൻ ഒരു ഭവനമുണ്ട്, അവന് വേണമെങ്കിൽ കിടന്നുറങ്ങാമായിരുന്നു. അവൻ പറയുന്നു ഞാൻ ഇന്നും യജമാനന് വേണ്ടി അത്താഴമൊഴുക്കും. കാരണം അപ്രയോജനനാണ്, ഞാൻ പ്രയോജനമില്ലാത്തവനാണ്. ഈ ചിന്താകത്തുണ്ടോ? മൗനമായി തുടരുക. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ദൈവനാമത്തിന് വേണ്ടി കൊടുത്തു. നോ, പറയരുത്. കർത്താവിന് വേണ്ടി 10 വർഷം ഞാൻ പ്രസംഗിച്ചു എന്ന് പറയരുത്. അതൊരിക്കലും പറയരുത്. പുകഴ്ച പാടില്ല. മൗനമായിരുന്നു ഞാൻ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുക. നമ്പർ 2, ഒന്ന്, മെഡിറ്റേറ്റ് യുവർ സെൽഫ് വിത്ത് ഗോഡ്, ഓൺലി ടു ഗോഡ്. നമ്പർ 1, ജീസസ് ഈസ് ഫൈറ്റിംഗ് ഫോർ യു, ഗോഡ് ഈസ് ഫൈറ്റിംഗ് ഫോർ യു. നമ്പർ 3, fulfill his work. God is making you mute to fulfill his work in your life. തൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിറവേറ്റുവാൻ അവൻ എന്ത് ചെയ്യുന്നു? നിന്നെ സൈലന്റ് ആക്കുന്നു. അതൊരു ഉത്തമ ഉദാഹരണം പറഞ്ഞ് ഞാൻ പ്രൂഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇതുവരെ പഠിച്ചത് വേറെ, ഇത് അല്പം വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അവൻ്റെ പ്രവൃത്തിയെ ഒന്ന് ഫുൾഫിൽ ചെയ്യുവാൻ, സ്ഥാപിതമാക്കുവാൻ നിങ്ങളെ കർത്താവായിട്ട് മ്യൂട്ട് ചെയ്യും. സഖരിയ ലൂക്കോസിന്റെ സുവിശേഷം എല്ലാവരും എടുക്കണം, എല്ലാവരും നോക്കിയിരുന്നേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. 2 ജനനങ്ങളുടെ അധ്യായം അത്. അതിൻ്റെ അകത്ത് സഖരിയ മത്തായിക്കും മലാക്കിക്കും നീണ്ട ഒരു 400 വർഷ ഇടവേള പുരോഹിതൻ ധൂപവർഗം അയച്ചുകൊണ്ട് ഇതാ സത്യത്തിലും എലിസബത്തും ഇതാ സഖരിയ പ്രവാചനം ധൂപം കാട്ടിക്കൊണ്ട് വരുന്ന ഒരു ഭാഗം. അതിനത് സഖരിയ നിന്റെ പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിന് എടുത്തെടുത്ത് പറഞ്ഞല്ലേ, ഞാൻ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് എന്തോ ഒരു പണി ചെയ്യാനിരിക്കുമ്പോൾ നിന്റെ അവിശ്വാസ വാക്കുകളുണ്ട്, സൈലന്റ് ആയിപ്പോ. നീ ഊമനായി, ഞാൻ പറയുന്നത് വരെ നീ പ്രാപിക്കുന്നത് വരെ ഊമനായി തുടരുക. സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് തരുവാനിരിക്കുന്ന അനുഗ്രഹത്തെ നീ പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ നീ എന്തെങ്കിലും പറയുമ്പോൾ കർത്താവ് മ്യൂട്ട് ചെയ്യും. ആ മൗനതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യോഹന്നാനെ പോലെ, സഖരിയ യോഹന്നാനെന്നു എപ്പോൾ പ്രാപിച്ച വാക്തത്തെ ഒരിക്കൽ ആദരത്തിൽ ഉച്ചരിക്കാൻ തീരുമാനമെടുത്തു, അപ്പോൾ തുറന്നു. നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഇന്ന് പകൽക്കാലം തന്റെ വാക്തത്വം ഒരിക്കൽ കൂടി ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാനുള്ളവർക്കായി കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ നിറവേറുവാൻ മ്യൂട്ട് മോഡിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാറുണ്ട്. ഏലിയാവേ, നിനക്ക് ഒരു ചിലപ്പോഴൊക്കെ ഒരു പ്രശ്നമുണ്ട്. നീ കെരീത്തിന്റെ വകത്തേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ചിന്തിച്ചു. ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി നിന്ന് നെഞ്ചു നിമിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി അടുത്ത വലിയ വേദിയൊക്കെ റെഡിയാക്കി ഏലിയാവിന് നല്ല ഒരു സ്റ്റേജ് കൊടുക്കുമെന്ന് വിചാരിച്ചു. പൊടാ കെരീത്തിലേക്ക് മ്യൂട്ട് മോഡ്. നീ എഴുന്നേൽക്ക. കംഫോർട്ട് സോൾ എന്ന് എഴുതിയ തിഷ്പിയിൽ നിന്ന് ഏലിയാവ് നീ എഴുന്നേറ്റ് നീ പോ കരീത്തിലേക്ക്. കാണാം, നിന്റെ അകത്ത് കാക്കയേക്കാൾ ഞാനെന്നൊരു അഹംഭാവം നിന്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ല മഴയും പെയ്യത്തില്ല, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നോടൊപ്പം ഉള്ളവർ കരമുയർത്തി ആമേൻ പറഞ്ഞേ. അപ്പൊ ഞാനെന്ന ഒരുത്തൻ നിന്നിലുള്ളപ്പോൾ ആ ഞാനെന്ന ഒന്ന് പുറത്തു പോകാതെ അതുവരെ ഞാൻ നിന്നെ മ്യൂട്ട് മോഡിൽ തന്നെ ആക്കിയിരിക്കും. ചിലരെന്നെ തുറച്ചു നോക്കിയ ബ്രദർ എങ്ങോട്ടാ വരുന്നെന്ന് മനസ്സിലായി. അതും പറയണമല്ലോ. അപ്പൊ ഞാൻ എന്ന ഒരു അഹംഭാവം മ്യൂട്ട് മോഡിൽ കർത്താവ് ചിലപ്പോഴൊക്കെ തരുന്നത്. ഏലിയാവേ, കെരീത്ത് കൊള്ളാം, നല്ലതാണ്. എന്നാൽ അതിൻ്റെ അകത്ത് കാക്കയുടെ ചുണ്ടിൽ നിന്ന് വാങ്ങി കാക്കയെക്കാളും ഞാൻ ചെറുതാണെന്നുള്ള ലെവലിലേക്ക് നീ എത്തിച്ചേരുന്നത് വരെ ഞാൻ നിന്നെ സൈലന്റ് മോഡിലാക്കിയിരിക്കും. ആരും അവിടെ നിന്നെക്കൂടെ സംസാരിക്കാൻ ആരും കാണത്തില്ല. ചാകാമെന്ന് പറഞ്ഞാലും ചാകാൻ കഴിയത്തില്ല. അപ്പോൾ എങ്കിലേ കർമ്മേലിൽ ഒരു കരുത്തൻ വെളിപ്പെട്ട് വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ കർമ്മേലിൽ ഒരു കരുത്തൻ വെളിപ്പെട്ട് വരത്തുള്ളൂ.
വെളിപ്പെടുത്തുള്ളൂ. ഇനി എന്നെ എല്ലാവരും ശ്രദ്ധിച്ച് പറയണമേ, സമയം പോയി, എല്ലാവരും ശ്രദ്ധിച്ച് പറയണമേ. കർമ്മേലിൽ ഒരു കരുത്തൻ വെളിപ്പെടണമെങ്കിൽ ഞാൻ എന്താ അഹംഭാവം മാറണം. ശ്രദ്ധിക്കണമേ. അപ്പോ എനിക്കൊരു ചോദ്യം, ശുശ്രൂഷയുടെ അവസാനം വന്ന് നിൽക്കുമ്പോൾ ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി എല്ലാം പറഞ്ഞു, ശരി യാഗപീഠം പണിതു, ഇതാ 880, ഇതാ എല്ലാവരും നിന്ന് ആപ്പോസിറ്റ് നിന്ന് ഇതാ യാഗപീഠം പണിതൊരുക്കുമ്പോൾ ഏലിയാവിന്റെ യാഗപീഠത്തിൽ നിന്ന് എല്ലാം മ്യൂട്ട് മോഡ് കഴിഞ്ഞിട്ട് മ്യൂട്ട് മോഡിൽ നിന്ന് പുറത്ത് വന്നിട്ട് സൈലന്റ് മോഡിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥനയ്ക്കകത്ത് ഞാനൊന്നുമില്ല. ആ പ്രാർത്ഥന ആണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഉരുവിട്ടത്. എന്താണ് പ്രാർത്ഥന? ഓ, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ മാത്രമാണ് എൻ്റെ ദൈവം. ഒന്ന്, നീ മാത്രമാണ് എൻ്റെ ദൈവം. നമ്പർ 2, ഞാൻ നിന്റെ ദാസനാണ്. ഒരിക്കൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മഞ്ഞും മഴയും പെയ്യത്തില്ല. ഒരിക്കൽ പറഞ്ഞു, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അടുത്തത് ഒരു ദൈവഭക്തൻ യാഗപീഠം പണിന്നിട്ട്, സ്തോത്രം എന്ന യാഗപീഠം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പണിന്നിട്ട് ഒരിക്കലും പറയുന്നത് ഞാൻ ചെയ്തിട്ടാണ്. നോ 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 നോ, ഒരിക്കലും അങ്ങനെ പറയാൻ വരാതിരിക്കട്ടെ. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാടേ. മോശേ, 40 വർഷം നിന്നെ മൗനമാക്കി അല്ലേ? 40 വർഷം നിന്നെ മൗനമാക്കി. മിസ്രൈമിന്റെ സകല പാണ്ഡിത്വത്തിൽ ഉള്ള നീ 40 വർഷം മൗനമാക്കി. എന്തിനെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? അതൊന്നും വിവരിപ്പാൻ ഇപ്പോൾ സമയമില്ല. അതൊന്ന് നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. ശ്രദ്ധിക്കണമേ, ഇന്ന് പകൽക്കാലം അടുത്ത പ്രിൻസിപ്പിൾസും തൊടാനേ സമയമുള്ളൂ. തൊട്ട് ഞാൻ അകത്തേക്ക് കയറാം. എന്നാൽ ഈ 2 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ, ഒന്ന് സ്റ്റാൻഡ് ഓൺ ഗോഡ് സൈഡ്, 2 മൗനമാക്കപ്പെടുന്ന സിറ്റുവേഷൻ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരും. അത് 5 വർഷമാകാം, 10 വർഷമാകാം, 15 വർഷമാകാം, 20 വർഷമാകാം. അത് കടഭാരമാകാം, വേദനയാകാം, പ്രയാസങ്ങളാകാം, ഒരു പ്രശ്നങ്ങളും മുൻപോട്ട് പോകാത്തിടത്തോളം കാലം ഏതിൻ്റെ അകത്ത് നീ നിരാശപ്പെട്ടോ അതിൻ്റെ അകത്ത് കൊണ്ട് നിന്നെ മാനിക്കും. എന്നോടൊപ്പം ഉള്ളവർ കരമുയർത്തി 2 കാര്യങ്ങളെ ഒന്ന് അനുഗ്രഹമായി എടുത്തോ. ഹല്ലേലൂയ. നമ്പർ 3 വായിച്ചോ സിസ്റ്റർ. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായം അവസാനമായി. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായം 18-19 വാക്യം. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായം 18-19 വാക്യം. സ്റ്റാൻഡ് ഓൺ ഗോഡ് സൈഡ്, ബി സൈലന്റ്, ഹോണർ ഗോഡ് വിത്ത് യുവർ പ്രൊഫഷൻ. വായിച്ചോ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 18 നമ്മൾ വായിച്ചത് 20-ാമത്തെ കുറിവാക്യമാണ്. ഓരോരുത്തൻ താൻ കാലെടുത്ത് മുൻപോട്ട് വെക്കട്ടെ എന്ന് എരികോ മതിൽ ഇടിച്ചിടുന്നതിന് തൊട്ട് മുൻപിൽ അവസാനത്തെ പ്രിൻസിപ്പിൾ ജോഷുവ പറയാണ് അവിടെ. വായിച്ചോ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം. അനന്തരം ജനം മാർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം മൂതുകയും ചെയ്തു. കാഹളനാദം ജനം കാഹളനാദം ശ്രദ്ധിക്കാൻ ഒറ്റ 5 മിനിറ്റ് ഞാൻ ക്ലോസ് ചെയ്യും സെഷൻ. വലിയൊരു വിടുതലായി മാറുവാൻ പോകുന്ന അനേകർ ഇന്നൊരു എണീറ്റുന്ന ഗാനങ്ങളൊക്കെ പാടുമ്പോൾ നമുക്കത് വിശുദ്ധീകരണത്തോടെ പാട്ടുപടി ആരാധിക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കണമേ. 3-ാമതായി, ഹോണർ ഗോഡ് വിത്ത് യുവർ പ്രൊഫഷൻ. ഇത് ദശാംശമല്ല, ഇത് കാണിക്കയല്ല, കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഹോണർ ഗോഡ് വിത്ത് യുവർ പ്രൊഫഷൻ. ബ്രേക്ക് സംതിങ്, ബിൽഡ് സംതിങ്. ബ്രേക്ക് സംതിങ്. എല്ലാ സ്ഥലത്തും കർത്താവ് ഇങ്ങനെ ചില കാര്യങ്ങൾ കർത്താവ് കൊടുക്കാറുണ്ട്. നീ ഒന്ന് പ്രാപിക്കുന്നതിന് മുമ്പ് നീ തന്നെ തച്ചുടയപ്പെടണം. ബ്രേക്ക് സംതിങ്, ബിൽഡ് സംതിങ്. ഇത് ഞാൻ പഠിച്ചതിന് ആവേശകരമായി ഈ സ്റ്റഡിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഗിദിയോന്റെ ചരിത്രത്തിൽ നിന്നാണ്. ഞാൻ പലവരും പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. ഗിദിയോട് നീ പരാക്രമശാലി എന്നൊക്കെ പറഞ്ഞു, കൊള്ളാം, എല്ലാം കൊള്ളാം. നീ പരാക്രമശാലി, ഒറ്റ മിദ്യാനിയുടെ ഒറ്റ കാളെന്ന പോലെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, കൊള്ളാം. കർത്താവ് എന്നോട് അടയാളം ചോദിച്ചു. അടയാളം താൻ അർപ്പിച്ചതിനെ കർത്താവ് ദഹിപ്പിച്ചു, അതും കൊള്ളാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടിരിക്കും, നീ മരിക്കയില്ലെന്ന് പറഞ്ഞു, അതും കൊള്ളാം. അടുത്ത് പെട്ടെന്നൊരു ട്വിസ്റ്റ്. ഇതുവരെ കൊള്ളാം, നല്ല വിശ്വാസിയാണ്, കടന്നു വന്ന് ആരാധിച്ചു. ശ്രദ്ധിക്കണമേ, ഇപ്പോൾ നാം ഇരിക്കുന്നു, കടന്നു വന്നു, ആരാധിച്ചു. ഇനി വൈകുന്നേരം ഒരു മേവൽ സിസ്റ്ററുടെ വീട്ടിൽ ഒരു മഫന പ്രാർത്ഥന ഉണ്ട്. ഇതെല്ലാം പ്രോഗ്രാംഡ് ആണ്. അന്ന് രാത്രി അവിടെ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്. അന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ആരാധിച്ചു, സാക്ഷി പറഞ്ഞു, ജപസിംഗ് ബ്രദർ പ്രസംഗിച്ചു, എല്ലാം കൊള്ളാം. അന്ന് രാത്രി ഇപ്രകാരം ഗിദിയോനോട് കർത്താവ് ഇടപെട്ടു. അതുപോലെയാണ് ഈ ജോഷുവയുടെ ഇടപെടൽ. അന്ന് രാത്രി എന്താ ഇടപെട്ടത്? നീ ബാലിന്റെ ബലിപീഠങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും കെട്ടിക്കളയാ. എനിക്കൊരു ചോദ്യം, ഞാൻ വിശുദ്ധനല്ലേ? ഞാൻ ആരാധിക്കുന്നവനല്ലേ? എൻ്റെ വീട്ടിലാണ് ബാലിന്റെ ശക്തികൾ, എൻ്റെ വീട്ടിലാണ് അശേര പ്രതിഷ്ഠകൾ. യെസ്,
യെസ്, അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്. ഇതാ സഭകൾക്ക് രേഖം എഴുതുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സാത്താന്റെ കോട്ടയെന്ന് വെളിപ്പാട് പുസ്തകം തന്നെ പറയുന്നുണ്ട്. നാം ഇരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് സാത്താന്റെ അതിക്രമങ്ങളുണ്ട്. അതിനെ അതിജീവിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം നുഖങ്ങൾ തകർക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കണമേ. ഈ മെസ്സേജിന്റെ ഉൾക്കരുത്തിലേക്ക് ഞാൻ കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചിലത് പണിയണമെങ്കിൽ ചിലത് പൊളിക്കാതെ ചിലത് പണിയാൻ കഴിയത്തില്ല. എന്താ സിസ്റ്റർ പണിയേണ്ടത്? എന്താ സിസ്റ്റർ പൊളിക്കേണ്ടത്? ജീവിതത്തിലുള്ള ബാലിന്റെ ശക്തി അശേര പ്രതിഷ്ഠകൾ നിങ്ങൾ പൊളിക്കണം. എങ്ങനെ? പിതാക്കന്മാരുടെ ശാപങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നിലം വാങ്ങി വീട് വെച്ചതായിരിക്കാം. ആ നിലത്തിന്റെ ശാപങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ശപിച്ചു വിട്ടതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ച് കേൾക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ കേട്ട ഒരു എക്സാമ്പിൾ പറഞ്ഞ് മുൻപോട്ട് പോകാം. ഇതാ ഒരിക്കലും ഇപ്രകാരമാണ്. ഒരു പാസ്റ്റർ അടുത്തിൽ വന്ന ഒരു സഹോദരി ഇപ്രകാരം വന്ന് ടെസ്റ്റിമണി പറഞ്ഞു. പാസ്റ്ററെ, വീട്ടിൽ കയറിയാൽ ആരാധിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ എന്നും തല്ലുകൊള്ളാതെ ഒരു ദിവസം കഞ്ഞി കുടിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. അപ്പോൾ ആ സഹോദരി വേർതിരിഞ്ഞ് ആരാധിക്കുന്ന ഒരു സഹോദരിയാണ്. എന്നാൽ അദ്ദേഹമാണ് മദ്യപാനിയാണ്. എന്നാൽ പാസ്റ്റർ പ്രകാരം ശരിയായി മക്കളെ ശരിയാവും, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും തല്ലും. എന്നാൽ ഒരു സഹോദരി പ്രകാരം ഒരു ദിവസം നിവർത്തി കൊണ്ട് പറഞ്ഞു, ദേവദാസ, എന്നെ തല്ലുന്നത് കുഴപ്പമില്ല, എന്നാൽ എൻ്റെ 9 വയസ്സുകാരനെ തല്ലുന്നത് കുഴപ്പമില്ല. എന്നെ 3 വയസ്സ് ഒരു പെൺകുട്ടിയുണ്ട്, അവൾ എന്ത് പിഴച്ചു, അവൾ എന്ത് ചെയ്തെന്നുള്ള തല്ലുന്ന ധാരതരെ കണ്ണുനീരൊഴുക്കി ഇതിനൊരു പരിഹാരം വരുന്നില്ല, ഞാൻ ആലയത്തിനകത്ത് വരുന്നില്ലെന്ന് പറഞ്ഞ സഹോദരി. വാസ്തവത്തിൽ നടന്ന സംഭവമാണ്. പെട്ടെന്ന് തന്നെ ആ ദൈവദാസൻ കരങ്ങൾ പെട്ടെന്ന് ദൈവദാസിന്റെ തലയിലേക്ക് വീണു. ഇപ്രകാരം അത് ഒരു ആരാധനയായി പുറപ്പെട്ടു. അതൊരു അരമണിക്കൂർ നീണ്ടു നിന്ന ആരാധനയായി മാറി. ഒന്നിനു പുറകെ ചരിത്രം ഏടുകൾ താഴ്ത്തി തിരുത്തി വെച്ചു. ആ അവസാനം അതിന് രത്ന ചുരുക്കം ഞാൻ പറയാം. ആ സഭാ പുരോഹിതൻ ഇപ്രകാരം ചോദിച്ചു, 16 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ഭവനത്തിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് അതിലൊരുത്തൻ നിന്റെ കുടുംബത്തെ ശപിച്ചു കൊണ്ടുപോയത് അത് 10 ദിവസങ്ങൾക്ക് വലിയ പ്രശ്നമായത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. നാളുകൾ ബാലിന്റെ പ്രതിഷ്ഠകൾ വെട്ടിക്കളയുവാൻ നിങ്ങൾ എടുക്കുന്ന ആത്മീക പുഷ്ടി മതിയെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. അന്നൊരു വിമോചനമുണ്ടായി. നിങ്ങൾ ഓർത്തെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. എപ്പോ ഉള്ള ശാപങ്ങളായിരിക്കാം ഇന്നും നിങ്ങളെ തുരത്തി വരുന്നത്. അശേര്യ പ്രതിഷ്ഠകളെ, ബാലിന്റെ ബലിപീഠങ്ങളെ വെട്ടിക്കളയുവാൻ ഒന്ന് മാത്രമാണ് ഞാൻ കൈമാറുന്നത്. നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുക. യെശയ്യാ പ്രവചനം പറയുന്നുണ്ട്, ആത്മീക പുഷ്ടിയാണ് നുകങ്ങളെ തകർക്കുന്നത്. നമ്പർ 2, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നുകങ്ങളെ തകർക്കുന്നു. ഒരു ദൈവവൈദ്യനെ ഉണ്ടെങ്കിൽ നീ നുകങ്ങളെ തകർത്തിട്ട് അടുത്ത് നീ പണിയുന്നതാണ് ആരാധനയ്ക്കകത്തത് സ്വർഗം വെളിപ്പെടും. എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? ആ 2 കരങ്ങളെയും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനോട് മഹത്വം കൊടുത്തേ. നിങ്ങൾ ഒരിക്കലും നുകങ്ങളെ തകർക്കാതെ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുവാൻ കഴിയത്തില്ല. അത് വാസ്തവമാണ്. എത്ര പേരുടെ കുടുംബത്തിനകത്ത് ഭവന പ്രാർത്ഥനയുണ്ട്. ഞാൻ ലെറ്റ് മീ ക്ലോസ് ദിസ്, വൈൻഡ് അപ്പ് ദിസ്. ഒരു നല്ല ഗാനം പാടി നമുക്ക് ആരാധിപ്പാനുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പ്രസംഗിക്കണമെന്നുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ 3 കാര്യം ഒരിക്കൽ കൂടി എത്ര പേർക്ക് അത് അനുഗ്രഹമായി തീർന്നു? കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാ കരങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. വാസ്തവമായി ഇത് അനുഗ്രഹമായി എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഏകദേശം എല്ലാ കരങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. ഇതൊരു അനുഗ്രഹമാണ്. നിങ്ങൾ വിടരുത്. എന്ത് പ്രശ്നം വന്നാലും ബ്രദർ ഒന്ന് മുൻപോട്ട് വരാമോ? ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തോടെ ചേർന്ന് നിൽക്കുക. സ്റ്റാൻഡിങ് ഓൺ ഗോഡ് സൈഡ്. അതിന് കൊന്നെന്ന് പറഞ്ഞാലും കൊല്ലുമെന്ന് പറഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും കർത്താവിനെ നാമകത്തെ വിട്ടുവിട്. കർത്താവിനെ ആരാധനയെ വിട്ട് ഞാൻ ഒരു പടി പോലും പിന്മാറുകയില്ലെന്ന് തീരുമാനമെടുക്കുക. ഇനി രണ്ടാമതായി വിളിച്ച് ചിലപ്പോഴൊക്കെ സൈലന്റ് മോഡിൽ കർത്താവ് 5 വർഷം 10 വർഷമൊക്കെ സൈലന്റ് മോഡിൽ ഇട്ടേച്ച് തരും. അതിൻ്റെ അകത്ത് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പ്രമാണത്തിൽ ആചരിച്ചുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോട് പാലിക്കുക. ഒരു ദിവസം പെട്ടെന്നൊരു എൻലാർജ്മെന്റ് വരും. ആ എൻലാർജ്മെന്റ് സാധാരണ എൻലാർജ്മെന്റ് അല്ലെന്നേ. അത് ആരാധിച്ച് ആ എഫേസ് ഒരു പ്രാർത്ഥന, എനിക്ക് നീ വിശാല വരുത്തണം. അത് വിശാലത നിങ്ങൾ പറയുന്നത് പോലെ സ്ഥലത്തിന്റെ വിശാലത അല്ലെന്നേ. മുഷിഞ്ഞു പോയി എൻ്റെ ജീവിതത്തിൻ്റെത്. എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മ എന്നെ ദുഃഖപുത്രൻ എന്ന് പേരിട്ടു. എൻ്റെ അമ്മ എനിക്ക് പ്രോസ്റ്റിറ്റ്യൂട്ടാന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ വിഭചാരിയെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വിഭചാരിയെന്ന് വിട്ടാൽ പോലും പ്രശ്നമില്ലായിരുന്നു? കാരണം അറിയാതെ എനിക്കൊരു പേരിട്ടു, വ്യസനപുത്രൻ. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ വ്യസനപുത്രനായി. ഞാൻ മുഷിഞ്ഞിരിക്കും. ഇതിൽ നിന്നും എനിക്കൊരു വിശാലത തരണമേ. ഇന്ന് പാട്ടുപാടാൻ കഴിയുന്നില്ല. പാട്ടുപാടണമെന്ന് ആഗ്രഹമുണ്ട്, ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് നന്നായിട്ട് കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ കഴിയുന്നില്ല. അതിൽ നിന്നൊരു വിശാലത കർത്താവ് തരുവാൻ പോകുന്നു. എത്ര പേർക്ക് ചാടി എഴുന്നേറ്റാട്ടെ കർത്താവിനെ മഹത്വത്തിനായിട്ടൊന്ന് ആരാധിച്ചു
ബലപ്പെടുവാൻ പോകുന്നു. എല്ലാവരും ചേർന്ന് നമ്മൾ പാടുവാൻ പോകുന്നു. കാണുന്നു ഞാൻ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ എൻ മുൻപിൽ എന്നപ്പോൾ. ആ പ്രത്യാശയുടെ ഗാനം ഒരുമിച്ച് പാടും. എല്ലാവരും ആരാധിക്കണം, ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ശബ്ദമുയർത്തി ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ ജീസസ്. ഈ ആരാധനയ്ക്ക് മുൻപിൽ അന്യാരാധന ശക്തികൾ തച്ചുടയപ്പെടണം. ഈ ആരാധനയ്ക്ക് മുൻപിൽ വലിയൊരു തേജസ് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണം. അത് സ്വീകരിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം സ്വീകരിക്കാം യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു,